12 സംവത്സരം വനവാസത്തെ അനുഷ്ഠിപ്പാനായിക്കൊണ്ട് കാനന പ്രദേശത്തെ പ്രാപിച്ച സമയത്തിങ്കൽ ധർമാത്മജന്മാവായിരിക്കുന്ന ധർമ്മപുത്ര മഹാരാജാവ് തൻ്റെ കൂടെ പുറപ്പെട്ടു വന്നിരിക്കുന്ന 88,000 സ്നാതക ബ്രാഹ്മണർക്കും മറ്റു മഹാജനങ്ങൾക്കും അശനത്തിനുള്ള ഉപായത്തെ പ്രതിചിന്തിച്ച സമയത്തിങ്കൽ വ്യാസോപദേശം ഹേതുവായിട്ട് പ്രത്യക്ഷ ഭഗവാനായിരിക്കുന്ന ആദിത്യദേവനെ തപസ്സു ചെയ്യാനായി കൊണ്ട് പുറപ്പെട്ട് ആദിത്യനെ പ്രസാദിപ്പിച്ച് അക്ഷയപാത്രം എന്നീ വണ്ണം പ്രസിദ്ധമായിരിക്കുന്ന ഒരു പാത്രത്തെ സ്വീകരിച്ച് തൽപാത്രത്തിങ്കൽ നിന്ന് സംഭൂതങ്ങളായിരിക്കുന്ന ദിവ്യങ്ങളായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥാദികളെ കൊണ്ട് സകലാളുകൾക്കും ആനന്ദത്തെ പ്രദാനം ചെയ്ത ദിവസിക്കുന്ന സമയത്തിങ്കൽ ഹസ്തിനപുര മഹാരാജധാനിയെങ്കിൽ ഗുരുമഹാരാജാവായിരിക്കുന്ന ആ ദുര്യോധനന്റെ ഒരവസ്ഥ എന്തായി എന്നാണെങ്കിൽ കൗന്ദേയാനവബുദ്ധ്യ സിദ്ധ്യദശനോവായാൻ ഗുരുണാമ്പതി ശ്രീ ദുർവാസസമേകത കുടിലഭി ആമന്ത്ര്യമഗാഹ്വയേ ശിഷ്യാണമയുധേന സാർത്ഥം അധികപ്രാജ്യൈ സമുദ്യാദിഭിര്യന്തം തമമീഭവൽ സചമുനി പുഷ്ടോ വരം പൃഷ്ടവാൻ കൗന്ദേയാൻ അവബുദ്ധ്യ സിദ്ധ്യദശനോവായാൻ കുരുണാംപതി കൗന്ദേയാൻ സിദ്ധ്യദശനോവായാൻ അവബുദ്ധ്യ കുരുക്കരണപതിയായിരിക്കുന്ന കുരുമഹാരാജാവ് ദുര്യോധനൻ കുന്തിപുത്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർക്ക് അശനത്തിനുള്ള ഭക്ഷണത്തിനുള്ള ഉപായം സിദ്ധിച്ചു എന്ന് അവബുദ്ധ്യ വേണ്ട പോലെ മനസ്സിലാക്കിയ പറയുന്നത്. എന്താ ഇപ്പൊ പറയണത് എന്നാണെങ്കിൽ ദുര്യോധനന്റെ ഒരവസ്ഥയാണ്. എന്താ ഇപ്പൊ ദുര്യോധനന്റെ സ്ഥിതി? കുരുണാംപതി ഗുരുമഹാരാജാവായിട്ടുള്ള ആളാ എന്നല്ല, പാണ്ഡവന്മാരെയൊക്കെ കള്ളച്ചൂത് കളിച്ച് പരാജയപ്പെടുത്തി വനവാസത്തിന് പറഞ്ഞയച്ചതോടുകൂടി ഹസ്തിനപുര രാജധാനിയിലിപ്പോ ഒരാള് മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയായി. താനാണ് ആ പ്രധാനമായിട്ടുള്ള ആള് എന്ന് സകല ആളുകളെയും ഭരിച്ചുകൊണ്ട് ദുര്യോധനൻ അവിടെ മഹാരാജാവായിട്ട് കഴിയുക. അപ്പോ മഹാരാജാവായിട്ട് കഴിയാച്ചാൽ പ്രതിപക്ഷം തന്നെ. പ്രധാന പ്രതിപക്ഷം പാണ്ഡവന്മാരാ. ആ പാണ്ഡവന്മാരെയൊക്കെ കാട്ടിലേക്ക് ആട്ടി പറഞ്ഞു. അപ്പോ വലിയ വലിയ വിദ്വാൻമാർക്കൊക്കെ അങ്ങനെ ആയിരിക്കുന്നു. പ്രതിപക്ഷം തന്നെ വേണ്ടാമായി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. ഏതായാലും ദുര്യോധനന് പ്രതിപക്ഷം ഇല്ല, അവരെയൊക്കെ കാട്ടിക്ക് പറഞ്ഞയച്ചു. എന്നാൽ അവരെയൊക്കെ കാട്ടിക്ക് പറഞ്ഞയച്ചു, ഒറ്റയ്ക്ക് ഭരണമൊക്കെ കിട്ടി, വേണ്ട പോലെ ഭരിച്ച് ജനങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യും എന്നാണ് നിരീക്ഷണതെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അത് പണ്ടും അങ്ങനെയല്ല, ഇന്നും അങ്ങനെയല്ല, ഇനിയിപ്പം നാളെയും അങ്ങനെയാവാൻ തരില്ല. അതെന്താ വെച്ചാൽ ഈ ഭരണം കിട്ടണത് വരെ അതിനുള്ള ഉത്സാഹം. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉത്സാഹം എന്തിനാ അറിയോ? ഇത് നിലനിർത്താനാണ്, വേറൊരാൾക്ക് കൊടുക്കാണ്ട് കഴിച്ചു കൂട്ടാനാണ്. അപ്പൊ ദുര്യോധന്റെ സ്ഥിതി അതാണ്. പാണ്ഡവന്മാര് മടങ്ങി വരാൻ പാടില്ല. 12 സംവത്സരം വനവാസം, 1 സംവത്സരം അജ്ഞാതവാസം, അത് കഴിഞ്ഞാൽ അവർ മടങ്ങി വരില്ലേ? അവരിങ്ങോട്ട് വരാണ്ടിരിക്കണം എന്ന് വിചാരിച്ച് പാണ്ഡവന്മാർക്ക് കൊടുക്കരുത് അവർക്ക് അർഹതപ്പെട്ടിരിക്കുന്നതൊന്നും എന്ന് നിരീക്ഷിച്ച് ഒറ്റയ്ക്കൊക്കെ വേണമെന്ന് വിചാരിച്ച് അവിടെ ഭരിക്കണ ആ ദുര്യോധനൻ പാണ്ഡവന്മാരെന്താ ചെയ്യണത് എന്ന് അറിയണം വിചാരിച്ചു. ഇവിടുന്ന് പറഞ്ഞയച്ചു പറഞ്ഞിട്ട് കാര്യമില്ല.
12 സംവത്സരം കഴിഞ്ഞ് ഇങ്ങോട്ട് മടങ്ങി വന്നാൽ അർഹതപ്പെട്ടതൊക്കെ കൊടുക്കേണ്ടി വരും. അജ്ഞാതവാസ സമയത്ത് പാണ്ഡവന്മാരും പത്നിയും കൂടി ഒരു ദിക്കില് വേഷം മാറിയിട്ട് കഴിയണം. അവിടെ വച്ച് കണ്ടുപിടിക്കപ്പെട്ടാൽ ആദ്യം 12 സംവത്സരം വനവാസം, അജ്ഞാതവാസം എന്ന നിയമം. അപ്പോ ഇപ്പൊ അവര് എവിടേക്കാ പോണത്, എന്തൊക്കെയാ ചെയ്യണത്, ആരെയൊക്കെയാ കാണുന്നത് ഒക്കെ അറിയണം. അതിന് തന്നോടാ പറയണത്, ഇങ്ങോട്ട് വരാം. വിളിച്ചാൽ വെളിപ്പുറത്താ. എന്താ വെച്ചാൽ ദുര്യോധനന്റെ കൂടെയുള്ള വിദ്വാൻമാരൊക്കെ ഭരണാധികാരികൾ പറഞ്ഞാൽ കേൾക്കണ കൂട്ടത്തിലാണ്. അതെന്തായാലും നന്നായില്ലോ. അങ്ങോട്ട് പോവാനല്ല തന്നോട് പറഞ്ഞത്, ഒരു ദിക്കിലേക്ക് പുറപ്പെടണം. എന്താ അതെ, പാണ്ഡവന്മാരെവിടെയാ പോണത്, അവരെന്തൊക്കെയാ ചെയ്യണത് എന്നറിയാൻ നിങ്ങൾ കുറച്ച് ആളുകള് ചാരന്മാരായിട്ട് പോവന്നെ. ദുര്യോധനോട് കൽപ്പിച്ചു, കുരുണാം പതി. കുരു മഹാരാജാവാണ്. മഹാരാജാവ് കൽപ്പിച്ചാൽ പിന്നെ പോവാണ്ട വയ്യല്ലോ. കുറേ എണ്ണം ചിലതൊക്കെ പുറപ്പെട്ടുകൂടോ. എവിടേക്ക് പോണ കാര്യമാണ് പറയണത്, തിരിഞ്ഞു നോക്കണ്ട, തന്നെ തന്നെയാ പറയണത്. മുമ്പിൽ തന്നെ വന്നിരുന്നിട്ട് പോകണ്ടോ ചോദിച്ചാൽ തിരിഞ്ഞു നോക്കുക. എവിടേക്കാ പോണത്, പാണ്ഡവന്മാരെ അന്വേഷിക്കാൻ. പാണ്ഡവന്മാരെ അന്വേഷിക്കാൻ പോകണ്ടോ, ഇവിടെ അങ്ങനെ ഇരിക്കണതിലും ഭേദം പോവല്ലേ. അപ്പം പോവാൻ വയ്ക്കാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കണത്. പൊയ്ക്കോളൂ എന്ന് ഒരാളെന്ന് പറഞ്ഞു നോക്കുക. അപ്പം എത്ര എണ്ണം ഇവിടെ കാണാം, ഒക്കെ ഓടിയിട്ടാവും. പുറപ്പെടല്ലേ, പോവല്ലേ? പോവാ. എവിടേക്ക് അന്വേഷിക്കാൻ പോവാ? ചാടി പുറപ്പെട്ട് പോകണ്ടാട്ടോ, അന്വേഷിക്കാനാ പോണത്. അന്വേഷിക്കാൻ പോവുക, ആളുകളെ അന്വേഷിച്ച് പുറപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അവരെവിടേക്കാ പോയി എന്നൊക്കെ നോക്കുക. അതൊക്കെ വൈഷമ്യമില്ലേ? ഇന്നാച്ചാൽ ഒരു വൈഷമ്യമില്ല ഇല്ലേ? ഇന്നിപ്പോൾ അന്വേഷണം എന്ന് കേട്ട ആർക്കെങ്കിലും പേടിയുണ്ടാവും. ഇവിടെ ഇപ്പം എന്തൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്, എത്ര അന്വേഷണമായി ഇപ്പോൾ ഇവിടെ നടക്കണു. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പുതിയത് തുടങ്ങും. ഇവിടെയുള്ള ഇന്ത്യാപ്പന്മാരുടെയൊക്കെ അന്വേഷണം കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള വിദ്വാന്മാർ വരുന്നല്ലാണ്ട് വേറെ വൈശിഷ്ട്യമൊന്നുമില്ല. എന്താ ഈ നടക്കണ വിദ്വാന്മാർക്ക് നല്ലോണം തരാവുണ്ടേ. അപ്പോൾ ദ്രവ്യം നല്ലോണം തരാവും. ആ ദ്രവ്യം കിട്ടിയാൽ ആ ദ്രവ്യം കൊണ്ട് എവിടേക്കാ പോകേണ്ടത് വെച്ചാൽ അവിടേക്കൊക്കെ പോവുക. അല്ലാണ്ട് ഇവർ അന്വേഷിക്കാൻ നടക്കുകയൊന്നുമില്ല. അതെ, അമ്മാത്തൊക്കെ പോയിട്ട് കാലം കുറച്ചായില്ലേ വരിക. എന്തായാലും ഒരു അന്വേഷണം എന്ന് പറഞ്ഞിട്ട് പോവല്ലേ. അമ്മാത്ത് പോയി 2 ദിവസം കൂടിയിട്ടാവാൻ വരിക. എങ്ങനെ തെക്ക് വടക്ക് നടക്കുക. നമുക്ക് പാണ്ഡവന്മാരെ അന്വേഷിക്കാനാന്ന് പറഞ്ഞിട്ട് പോവുക. എന്നിട്ട് തെക്ക് വടക്ക് നടക്കുക. കുറച്ച് കാലം കഴിഞ്ഞ് അങ്ങോട്ട് മടങ്ങി വരിക. മടങ്ങി വന്നിട്ട് മഹാരാജാവിൻ്റെ അടുത്ത് പറയുക, മഹാരാജാവ് ദുര്യോധനൻ വിജയിക്കട്ടെ, പാണ്ഡവന്മാരെ അന്വേഷിച്ച് കണ്ടെത്തിയില്ല. എന്താ തന്നേച്ചാൽ സ്വീകരിക്കുക. പിന്നെ അതും കൊണ്ട് വേറെ ദിക്കിലേക്ക് പോവുക. ഇങ്ങനെ തെക്ക് വടക്ക് നടക്കാമെന്ന് നിശ്ചയിച്ച് എന്തിനധികം പറയണു, ചാരന്മാർ കുറേ പേര് ആ പാണ്ഡവന്മാരെ അന്വേഷിച്ച് പുറപ്പെട്ടു എന്ന് മാത്രമല്ല, കൗന്ദേയാൻ സിദ്ധ്യദശനോവായാൻ അവബുദ്ധ്യ. കുന്തിപുത്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർക്ക് ഭക്ഷണത്തിനുള്ള ഉപായം സിദ്ധിച്ചിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ എങ്ങനെയാ അവർ മനസ്സിലാക്കിയത് എന്നാണെങ്കിൽ 2 എണ്ണം ഉത്സാഹം കൂടിയ വകയാ. ആദ്യം പോവാ, ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിച്ചിട്ടായിരിക്കണതേ. അപ്പോൾ പൂവല്ലേ എന്ന് പറഞ്ഞപ്പോൾ വേഗം ചാടി അങ്ങോട്ട് പുറപ്പെട്ടു പോകും. ചാടി പുറപ്പെട്ട് പാണ്ഡവന്മാരെ അന്വേഷിച്ച് കാട്ടുകൂടെ കുറച്ച് ദൂരമൊക്കെ നടന്ന് കുറേ അങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാ എന്താ തടിക്ക് കയ്യും കൊടുത്തിരിക്കണത് താൻ? എന്താ ഇവിടെ എങ്ങനെ ഇരിക്കണത്? ഇനി നടക്കാൻ വയ്യേ. അപ്പൊ പാണ്ഡവന്മാരെ അന്വേഷിക്കണ്ടേ? പാണ്ഡവന്മാരല്ല, എവിടെയെങ്കിലും വല്ല ഭക്ഷണവും തരാമോ എന്ന് അന്വേഷിക്കുക. ഭക്ഷണോ? എനിക്ക് നടക്കാൻ വയ്യ, വിശന്നിട്ട് വയ്യ, ദാഹിക്കണമുണ്ട്, എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ തരാതെ, അല്ലാണ്ട് എനിക്ക് ഇവിടുന്ന് പുറപ്പെടാൻ വയ്യ, എനിക്ക് നടക്കാം. നമ്മൾ 2 ആളും കൂടി പോകുന്നുണ്ട്, താൻ അങ്ങനെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഈ കാട്ടില് എവിടുന്നാ ഭക്ഷണം കിട്ടുക? എവിടുന്നാ വിശ്വല്ല, എവിടുന്നെങ്കിലും ഉണ്ടാക്കി. എനിക്ക് വിശന്നിട്ട് ചെയ്യാവോ? എന്താ ചെയ്യാ? അന്വേഷിക്കളയാന്ന് വിചാരിച്ച് പുറപ്പെടുക. ഉത്തരവാദിത്തമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാ
കൂടെ പോകുന്ന ആളെ രക്ഷിക്കണം എന്നുള്ള ബോധമുണ്ട്. ഏതായാലും ഇവിടെ ഇങ്ങനെ കിടത്തി വിടാൻ വയ്യ നിശ്ചയിച്ച് പുറപ്പെട്ടു. അയാള് എവിടെയാ വല്ല ഭക്ഷണവും തരാവുക, ഈ കാട്ടിൽ എവിടെയാ എന്താ തരാവുക വിചാരിച്ച് അങ്ങനെ നടന്ന് അങ്ങനെ കുറച്ചങ്ങനെ ചെന്ന് നോക്കിയപ്പോ ദൂരത്ത് ഒരു പർണശാല അങ്ങനെ കണ്ടു. ചെല്ലുന്നേ ചെന്ന് ആ പർണശാലയുടെ അടുത്തേക്ക് അങ്ങനെ ചെല്ലുമ്പോഴാണ് അപ്പം ഇവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ അറിയാം എന്താ ഇങ്ങോട്ട് ഇങ്ങനെ അടുക്കും തോറും ബ്രാഹ്മണരെ ഇങ്ങനെ കാണാൻ തുടങ്ങും. ഈ വിദ്വാൻ കുറച്ചിങ്ങനെ നടന്ന് പോകുമ്പോൾ ബ്രാഹ്മണരാണ് ഇവിടെയൊക്കെ എന്നാ സംശയിക്കാനില്ല. ബ്രാഹ്മണരുള്ളോടത്ത് സദ്യയുടെ കാര്യത്തിന് വൈഷമ്യം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് വൈഷമ്യം ഉണ്ടാവില്ല. ചെല്ലി എന്നെ നിശ്ചയിച്ച് ഞാൻ ആ ധൈര്യത്തിലാണ് ഇവിടെ ഇങ്ങനെ നിൽക്കണത്. എന്താ വെച്ചാൽ അതിൻ്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ല എന്നുള്ള ബോധമുണ്ട്. ഏതായാലും അങ്ങോട്ട് ചെല്ലി എന്നെ നിശ്ചയിച്ച് അകത്തേക്ക് അങ്ങോട്ട് ചെന്ന് ആ പർണശാലയിൽ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴാ ശിവ എത്ര എണ്ണ ഇവിടെ വന്ന് കൂടിയിരിക്കണത്. ഒന്നങ്ങോട്ട് നോക്കി നോക്കുക. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നിരീക്ഷിച്ചത് 1 or 2 എണ്ണ ഉണ്ടാവുള്ളൂ എന്നാണ്. സാധാരണയൊക്കെ അത്രേ പതിവുള്ളൂ. ഇത് എത്ര ആളാ ഇവിടെ വന്ന് കൂടിയിരിക്കണത്. നോക്കുമ്പോഴോ ഇരിക്കണ ആളുകളെ നോക്കി അറിയാൻ ഇവിടുത്തെ സ്ഥിതി എന്താ, എല്ലാവരും നല്ല സന്തോഷമായിട്ടായിരിക്കണം. അപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മുഖത്ത് വല്ല വൈഷമ്യവും കാണാനുണ്ടോ? ഒക്കെ നല്ല സുഖമായി സന്തോഷമായിട്ടായിരിക്കണം. അതെന്താ അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കണതെന്ന് വിഷയമുണ്ടോ? അപ്പം ഇരിക്കണ ആളുകളൊക്കെ നല്ലോണം ചെലുത്തിയിട്ട് അങ്ങോട്ട് പോന്നിരിക്കണത്. ഇത് കഴിഞ്ഞാൽ നല്ലോണം തരാമെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ഈ സന്തോഷം. എടോ ഭക്ഷണം ഉള്ളിടത്ത് സന്തോഷം ഉണ്ടാവും, അതിൽ തർക്കമില്ല. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ സുഖമായി വന്നു കൂടണത് ഇവിടെ കേമായിട്ട് ഭക്ഷണം ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലി തന്നെ നിശ്ചയിച്ച് ചെന്ന് അന്വേഷിച്ചപ്പോൾ ഭക്ഷണം എന്തെങ്കിലും അങ്ങോട്ട് ചെന്നാൽ മതി, വരണവർക്കും പോണവർക്കും എല്ലാവർക്കും ഉണ്ട്. ഈ വിദ്വാൻ അവിടുന്ന് ഓടിച്ചെന്നു. നീക്കണോ, നീ ഇങ്ങനെ കിടക്കല്ല, പുറപ്പെടുക, അവിടെ ഭക്ഷണം ഉണ്ട്. അതിനെയും വിളിച്ച് അങ്ങോട്ട് ചെന്നു. 2 ആളും കൂടി അവിടെ ചെന്നു. അവിടെ അങ്ങോട്ട് ചെന്നപ്പോൾ എഴുന്നള്ളാം വിളിച്ചങ്ങോട്ട് ഇരുത്തി കേമായിട്ട് ഭക്ഷണം അങ്ങോട്ട് കൊടുത്തു. ഭക്ഷണം അങ്ങോട്ട് കഴിച്ച് എന്തിനധികം വിസ്തരിക്കണു, 1-2 ദിവസം അവർ അവിടെ അങ്ങോട്ട് ഉണ്ടുകൂടി. ഇപ്പം ഈ പറക്കാതിരിക്കണ പോലെ ഇരിക്കണതിനൊക്കെ കേട്ടാൽ മനസ്സിലാവുണ്ടോ? ഉണ്ടുകൂടുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? ഉണ്ടുകൂടൽ പോയിട്ട് ഉണ്ണലെന്നെ ഇപ്പം സാമാന്യം പോലെ ഇല്ലാത്ത കാലമാണ്. ഉണ്ടുകൂടുക വെച്ചാൽ ഉണ്ടുകൂടുക എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എണീക്കുക പ്രഭാതമായ, എന്നിട്ട് അവനവൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ ചെലുത്തുക, ഊണ് കഴിക്കുക. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ കിടക്കുക, വിശ്രമിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എണീക്കുക. എണീച്ചാൽ ചെലുത്തുക, ചെലുത്തി കഴിഞ്ഞാൽ വിശ്രമിക്കുക, പിന്നെ എണീക്കുക, ചെലുത്തുക, കിടക്കുക, എണീക്കുക. അങ്ങനെ വേറെ ഉദ്യോഗമൊന്നും ഇല്ലാതെ കണ്ട് ഇവര് 2 ദിവസം അവിടെ അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് കൂടി. 2 ദിവസം അവിടെ കൂടിയതിന് ശേഷം 2 ആളും കൂടിയിട്ട് ആലോചിച്ചു, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, പോണ്ടേ നമുക്ക്? എവിടേക്കാണോ? എടോ നമ്മള് പാണ്ഡവന്മാരെ അന്വേഷിക്കാൻ പറഞ്ഞു വെച്ചിട്ട് വന്ന ആളുകളല്ലേ, അതൊക്കെ പിന്നെ അവിടെ ഇപ്പോൾ കുറച്ച് ദിവസം കൂടി ഇവിടെ ചെലുത്തി കൂടുക. അല്ല, മഹാരാജാവ് ദുര്യോധനൻ നമ്മളെ അന്വേഷിക്കില്ലേ, അന്വേഷിച്ചോട്ടെ, തനിക്കെന്താ? അതല്ല, നമുക്ക് ഉദ്യോഗം ഇല്ലേ, അപ്പം അങ്ങോട്ട് പോണ്ടേ? ഈ ഉദ്യോഗം എന്തിനാ? ഉദ്യോഗം വെച്ചിട്ട് ആളുകൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടുണ്ടല്ലോ. ഈ ഉദ്യോഗം എന്തിനാന്ന് മനസ്സിലായിണ്ടോ? സുഖമായിട്ട് ചെലുത്താനും സമാധാനമായിട്ട് കടന്നുറങ്ങാനും. എടോ അത് രണ്ടും ഇവിടെ തരാവില്ലേ, പിന്നെ ഇനി എന്തിനാ വേറെ ഉദ്യോഗം? അതല്ലടോ, ഞാൻ വിചാരിക്കണത് എന്താ അറിയോ, നമ്മൾ 2 ആളും കൂടി അവിടെ ചെന്ന് ആ ദുര്യോധനനോട് അവിടെ ചെന്ന് ഉണർത്തിക്കുക, പാണ്ഡവന്മാരെ അന്വേഷിച്ചു പോയതാണ്, കണ്ടെത്തിയില്ല എന്ന് പറയുക. അപ്പോൾ അദ്ദേഹം അവിടുന്ന് എന്താ തരാനുള്ളത് വെച്ചാൽ ദ്രവ്യം തരും, അത് സ്വീകരിക്കുക, ഇങ്ങടന്നെ മടങ്ങി വരിക, ഇവിടെ വന്ന് 8 അടങ്ങി പായസം കഴിക്കുക. പോയി വന്നാൽ ഇവിടെ കൂടാൻ പിന്നെ കുറച്ച് ദിവസേ. ഇപ്പം മുഖത്തൊന്നും തെളിഞ്ഞൂലോ തൻ്റെ.
പോവാമെന്ന് പറഞ്ഞപ്പോൾ ഉത്സാഹം ഉണ്ടായിരുന്നില്ല. പോയി വരാമെന്ന് കേട്ടപ്പോൾ പോവാമെന്നായിട്ടുണ്ട്. എന്നാൽ പോവല്ലേ. രണ്ടാളും കൂടി അവിടുന്ന് പോയി. അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടപ്പോഴാണ് ആലോചിച്ചത്, ദാ രണ്ടും കൂടി പുറപ്പെട്ടുണ്ട്. കണ്ടോ, തിരിഞ്ഞ് നോക്കുന്നുണ്ടോ നോക്കി നോക്കുക. 2 ദിവസം ഇവിടെ സുഖമായി ചെലുത്തി കൂടിയതാ. ഒറ്റ പോക്കാതിയെ ഞങ്ങൾ. അങ്ങനെ ആയാൽ നേരെയായില്ല. എടോ, ഏതായാലും നമ്മൾ 2 ദിവസം ഇവിടെ ഭക്ഷണം കഴിച്ചു കൂടിയല്ലോ. ഇനി ഇതാരുടെ വകയാന്നൊന്ന് അറിഞ്ഞിട്ടാവാൻ പോവുക. ഒന്ന് ചോദിക്കുക തന്നെ നിശ്ചയിച്ച് ചെന്നങ്ങനെ നോക്കിയപ്പോൾ ബ്രാഹ്മണരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേ, ഞങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കോ. പോയിട്ട് വരാം. അല്ല, അതല്ല. അപ്പോൾ ഇവിടെ ആരാ ഇത്ര കേമായിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണത് ചോദിച്ചപ്പോൾ പറഞ്ഞു, സംശയം വിചാരിക്കണ്ട, ഇത് ധർമ്മപുത്ര മഹാരാജാവിൻ്റെ വകയാണ്. കൗന്ദേയാൻ അവ ബുദ്ധ്യസിദ്ധ്യവശനോപായാൻ. ഇങ്ങനെ കുന്തിപുത്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർക്ക് ഭക്ഷണത്തിനുപായം സിദ്ധിച്ചു എന്ന് അവർ മനസ്സിലാക്കി. പോരാ എടോ, ഏതായാലും ഭാഗമായി. നമ്മൾ പാണ്ഡവന്മാരെ അന്വേഷിച്ച് പുറപ്പെട്ടു, ഇവിടെ വന്ന് പെട്ടു, പാണ്ഡവന്മാരെ കണ്ടെത്തി. ഇത് പാണ്ഡവന്മാരുടെ വകയാത്രേ. ഈ വർത്തമാനം അവിടെ പറഞ്ഞാൽ അവിടുന്ന് സമ്മാനവും തരാവും. അതുകൊണ്ട് പോവന്നെ. പോണേന് മുമ്പ് സകല കാര്യവും മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ നിശ്ചയിച്ച് ചോദിച്ചു. അല്ല, ഞാൻ വന്നപ്പോൾ തൊട്ടൊരു കാര്യം ഇവിടെ നോക്കുന്നുണ്ട്. ഭക്ഷണം 2 ദിവസമായിട്ട് യാതൊരു വൈഷമ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അടുക്കളയൊന്നും എവിടെയും കാണാനില്ല. അടുക്കളയൊന്നും എവിടെയും കാണാനില്ല. ഇവിടെ അടുക്കളയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പം അടുക്കളയൊന്നും ആവശ്യമില്ലാത്ത സ്ഥലമായി മാറിയിരിക്കുന്നു. എന്താ വെച്ചാൽ എവിടുന്നൊക്കെയാ എന്തൊക്കെയാ കൊണ്ടുവരലോ കൊന്ന് ചാടലോ എന്തൊക്കെയാ ഉള്ളത് നിശ്ചയമില്ലാത്ത കാലമാണ്. അങ്ങനെ ഓരോന്ന് കൊന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പം കാണുന്ന വേറെ ചിലതൊക്കെ ഉണ്ടായതും. ഏതായാലും കൊണ്ടിരിക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ട കാലം അന്നായിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാ ഇപ്പോൾ ഇവിടെ ഭക്ഷണം വരണത് ആലോചിച്ചു. ഭക്ഷണം ഇവിടെ വൈഷമ്യമില്ല. അതെ, ധർമ്മപുത്ര മഹാരാജാവിൻ്റെ കൂടെ ഞങ്ങളൊക്കെ അങ്ങോട്ട് കാട്ടിക്ക് പോന്നു. അതിലും സ്നാതക ബ്രാഹ്മണര് അദ്ദേഹത്തിൻ്റെ കൂടെ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. അവരങ്ങോട്ട് പുറപ്പെട്ട് വരണ കണ്ടപ്പോൾ ധർമ്മപുത്ര പറഞ്ഞു, എന്താ അത് കഥ? ബ്രാഹ്മണര് നിങ്ങളൊക്കെ എവിടേക്കാ പുറപ്പെടുന്നത്? ഒക്കെ ഇവിടെ ഇരുന്നോളൂ. ഞാൻ ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു വൈഷമ്യം ഉണ്ടാവില്ല. ഞാൻ ദുര്യോധനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണ്ട പോലെ ആക്കിയിട്ടേ പോവുള്ളൂ. നിങ്ങൾക്കൊന്നും ഒരു വൈഷമ്യം ഉണ്ടാവില്ല. ഞാൻ നിങ്ങളെയൊക്കെ വേണ്ട പോലെ ആക്കിയിട്ടേ പോവുള്ളൂ. എൻ്റെ കൂടെ പോരണ്ട, ഞാൻ വനവാസത്തിന് പോവാണ്. ഇവിടെ സുഖമായിട്ട് രാജകീയമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഈ സുഖസൗകര്യങ്ങളൊക്കെ അനുസരിച്ച് സുഖമായിട്ട് കൂടിക്കോളൂ എന്ന് ആ ധർമ്മപുത്രർ പറഞ്ഞ സമയത്ത് മഹാബ്രാഹ്മണരായിരിക്കുന്ന അവർ പറഞ്ഞു, അല്ലേ ധർമ്മപുത്രർ, ഞങ്ങള് ഈ ഭക്ഷണം മോഹിച്ചിട്ടൊന്നുമല്ല ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കണത്. എന്താ, ധർമ്മം എവിടെയാണോ ഉള്ളത് അവിടെ ബ്രാഹ്മണ്യത്തിന് ശക്തിയുള്ളൂ. ധർമ്മത്തിന് ക്ഷയം സംഭവിച്ചാൽ ബ്രാഹ്മണ്യത്തിനും ക്ഷയം ഉണ്ടാവും. അങ്ങ് എവിടെയാണോ ഇരിക്കണത് അവിടെയാണ് ധർമ്മം. അതുകൊണ്ട് അങ്ങയുടെ കൂടെ ഞങ്ങൾ കാട്ടില് എവിടേക്കായാലും പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞ് ബ്രാഹ്മണര് 88,000 സാധക ബ്രാഹ്മണരും ആ സജ്ജനങ്ങളും ഒക്കെ ധർമ്മപുത്രരുടെ കൂടെ ഇവിടെ ഇറങ്ങി പുറപ്പെട്ടു പോയി. അദ്ദേഹം ഇവിടെ വന്ന് കാട്ടിൽ വന്നിട്ട് ആ പർണശാലയൊക്കെ പണിത് ഞങ്ങളെയൊക്കെ ഇവിടെ ഇരുത്തി. ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു, ക്ഷത്രിയന്മാരായിരിക്കുന്ന ആളുകൾക്ക് ബ്രാഹ്മണ രക്ഷധർമ്മ. ഇപ്പൊ ഭരിക്കണ വിദ്വാന്മാർക്ക് രക്ഷ തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ബ്രാഹ്മണരെന്നല്ല എല്ലാവരുടെ കാര്യവും അപകടമായിട്ടുള്ള കാലമാണ്. ഏതായാലും ധർമ്മപുത്രർ അങ്ങനെയല്ല. തൻ്റെ കൂടെ പോന്നിരിക്കുന്ന ഈ ആളുകളെയൊക്കെ രക്ഷിക്കണം. രക്ഷിക്കാൻ പർണശാല ഉണ്ടാക്കി പോരാ, ഭക്ഷണം കഴിക്കണ്ടേ? അതിനെന്താ ഒരു മാർഗം? ഈ ആളുകൾക്കൊക്കെ ഞാൻ എവിടുന്നാ ഭക്ഷണം കൊടുക്കുക, എന്താ ചെയ്യാന്നറിയാതെ കണ്ട് അന്വേഷിച്ചപ്പോൾ വേദവ്യാസ മഹർഷി പ്രത്യക്ഷപ്പെട്ടു. ആദിത്യനെ തപസ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം വേണ്ട പോലെ തപസ് ചെയ്തു എന്ന് മാത്രമല്ല, ആദിത്യൻ പ്രസാദിച്ചു.
അക്ഷയപാത്രം എന്ന് പേരായിട്ടൊരു പാത്രം കൊടുത്തു. ആ പാത്രത്തിൽ ഇത്ര ആൾക്ക് ഇന്ന വിഭവം ഇത്ര ആൾക്ക് ഉണ്ടാവട്ടെ എന്നങ്ങോട്ട് നിരീക്ഷിച്ചാൽ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് അത്ര ഭക്ഷണം ഉണ്ടാവും എന്ന് പാണ്ഡവന്മാരോട് ഇവരങ്ങോട്ട് പറഞ്ഞില്ലേ. ആലോചിച്ചു, ആഹാ അങ്ങനെ ഒരു പാത്രം കിട്ടിയിട്ടുണ്ടല്ലേ. കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശക്തി കൊണ്ടാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടായത്. എന്താ വെച്ചാൽ ധർമ്മപുത്ര തപസ് ചെയ്തപ്പോൾ പാത്രം ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇവിടെ അധികവും. അങ്ങനെ ഒരു പാത്രം തരായിച്ചാൽ നല്ല എളുപ്പമായിരുന്നു അല്ലേ. വീട്ടിലുള്ള ആ കൂറ്റന്മാരെയൊക്കെ പോറ്റണ കാര്യം ആലോചിച്ചാൽ ഇങ്ങനെ ഒരു പാത്രം തരായിച്ചാൽ കാര്യം എളുപ്പമാവും. അങ്ങനെ എളുപ്പം തരായില്ല കേട്ടോ. വേണ്ട പോലെ തപസ് ചെയ്യണം. തപസ് ചെയ്താൽ തന്നെ ചിലപ്പോൾ അനവധി കാലം എടുക്കും. പക്ഷേ ധർമ്മപുത്രർക്ക് സാമാന്യം വേഗം തരായത് എന്താ വെച്ചാൽ സാധാരണ ആളുകളൊക്കെ എന്തിനു വേണ്ടിയാ തപസ് ചെയ്യുക? അപ്പം അവിടെ വരുന്ന ആളുകളെ ഭഗവാനെ കാണാനോ ഭഗവതിയെ കാണാനോ ഒക്കെ വരുന്ന ആളുകളെ തപസ് ചെയ്യാൻ പോണവരൊക്കെ എന്തിനു വേണ്ടി അധികവും പോവുക? അവരോർക്ക് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാവില്ല. എനിക്കതുണ്ടാവണം, എനിക്കിതുണ്ടാവണം, അങ്ങനെ ആക്കി തരണം എന്നൊക്കെ പറയാനാവില്ല. എന്നാൽ വേറെ ചിലരുണ്ട് കേട്ടോ, അവരോർക്ക് ഉണ്ടാവണം എന്ന് വിചാരില്ലാത്ത ചിലരുണ്ട്. എന്താ, എനിക്കുണ്ടായില്ലെങ്കിലും വേണ്ടില്ല, ഇന്നോർത്ത് ഇല്ലാണ്ടാക്കണം, അങ്ങനെ വിചാരിക്കണവരുണ്ട്. ഈ രണ്ട് കൂട്ടരെ ഞാൻ കാണുന്നുണ്ടായിട്ടുള്ളൂ. പക്ഷേ ധർമ്മപുത്രർ എന്തിനാ തപസ് ചെയ്തത്? അവരോർക്ക് വേണ്ടിയല്ല, എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു വഴി ഉണ്ടാക്കി തരണേ എന്നാ തപസ് ചെയ്തത്. പരോപകാരത്തിനായിക്കൊണ്ട് ആരെയൊക്കെ എപ്പൊക്കെ ഉപാസിക്കുണ്ടോ അതിൻ്റെയൊക്കെ ഫലം വേണ്ട പോലെ തന്നെയായിട്ടുണ്ട്. അതുകൊണ്ട് ആ ആദിത്യം പ്രത്യക്ഷപ്പെട്ട് പാത്രം കൊടുത്തു. വേഗം കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി. പാത്രം കിട്ടിയെന്നൊക്കെ ചോദിച്ചു. അതേ, എന്താ അവിടെ രണ്ടാളും കൂടി ചെവിയിൽ പറയണത്? എന്തെങ്കിലും പറയാണ്ടെച്ചാൽ അങ്ങോട്ട് ചോദിക്കൂ. എന്താ നിങ്ങളുടെ സംശയം? എന്താ സംശയം അറിയോ? പാത്രം കിട്ടി, പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും എന്നൊക്കെ മനസ്സിലായി. അപ്പം ചോദിക്കുക, ഓ എപ്പോഴും ഉണ്ടാവുമോ? ഒരവസാനം ഇല്ലേ? അപ്പം അവിടെ ഇരിക്കണ ആളുകളൊക്കെ വിചാരിക്കണത് അതന്നെയാണ്. എന്താ, ഇതിന് ഒരവസാനം ഇല്ലേന്ന്. ഇത് അവസാനിച്ചിട്ട് വേണം അടുത്ത കാര്യം നോക്കാൻ. അപ്പോൾ അവസാനം ഇല്ലേ ഭക്ഷണത്തിന്? അവസാനമുണ്ട്. അതെപ്പോഴാണ്? പാഞ്ചാലിയുടെ പാത്രം ആ ഭക്ഷണം കഴിഞ്ഞ് പാത്രം മൂറി കമത്തിയാൽ അന്നത്തെ ദിവസം പിന്നെ ഭക്ഷണം ഉണ്ടാവില്ല. പിന്നെയോ അടുത്ത ദിവസം അതുപോലെ എത്ര ആൾക്ക് എത്ര വേണമെങ്കിൽ ഉണ്ടാവും. ഇങ്ങനെ ആ വർത്തമാനമൊക്കെ അവിടുന്ന് അങ്ങോട്ട് മനസ്സിലായപ്പോൾ രണ്ടാളും കൂടി അവിടുന്ന് അങ്ങോട്ട് ഓടി നേരെ ആ ദുര്യോധന്റെ മുമ്പിൽ അവിടെ അങ്ങോട്ട് ചെന്ന് ദുര്യോധനൻ നോക്കുമ്പോഴാണ് നല്ല പരിചയമുണ്ടല്ലോ കണ്ടിട്ട്. പാണ്ഡവന്മാരുടെ അടുത്തേക്ക് പോയ യുദ്ധമാണല്ലേ? അതെ അതെ അതെ, ഇവിടെ വരാം വിളിച്ചു മുമ്പിലാണ് നിർത്തി. ചോദിച്ചു, ആഹാ അതെ, എന്താ പാണ്ഡവന്മാരുടെ വിശേഷം? ദുര്യോധനൻ ചോദിച്ച നേരം വേണ്ട പോലെ ആയില്ല. എന്താ വെച്ചാൽ ഇവരുടെ സ്ഥിതി എന്തായിരുന്നു? 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞൂല അവിടെ ഉണ്ട് കൂടാന്ന്. ഇന്നാണ് ഒന്ന് സഞ്ചരിച്ചത്. വായുവൊക്കെ ഒന്ന് പാകമായ നേരത്താണ് ദുര്യോധനൻ്റെ മഹാരാജാവിൻ്റെ ചോദ്യം, പാണ്ഡവന്മാരുടെ വിശേഷം എന്താ? അപ്പോൾ ഒരു വിദ്വാൻ ഞാനാവ ആദ്യം നിശ്ചയിച്ച്, കുരുമഹാരാജാവ് ദുര്യോധനൻ വിജയിക്കട്ടെ. മഹാരാജാവിനോട് ഇങ്ങനെയാണോ പറയുക? എന്താണ് അടുത്ത ആള്? ഏറെ കുരുമഹാരാജാവ് ദുര്യോധനോ. എന്താ പറയണത്? മഹാരാജാവ് പാണ്ഡവന്മാരെ അന്വേഷിക്കാനാന്ന് പറഞ്ഞു പോയിട്ട് എവിടെയോ പോയി ചെലുത്തി കൂടി വന്നിരിക്കാലേ. എന്താ പാണ്ഡവന്മാരുടെ വിശേഷം? മഹാരാജാവ് ദുര്യോധന വിജയിക്കട്ടെ. ഇതന്നെയാണ് പാണ്ഡവന്മാരുടെ വിശേഷം. കൗന്ദേയാൻ അവബുദ്ധ്യവിദ്യാവശനോമായാൻ കുരുണാം പതി. ഇങ്ങനെ കുരുമഹാരാജാവായിരിക്കുന്ന ദുര്യോധനനും
പാണ്ഡവന്മാർക്ക് അശനോപായം സിദ്ധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി. കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. പാണ്ഡവന്മാർക്ക് അക്ഷയപാത്രം കിട്ടിയിരിക്കണു, ഭക്ഷണം ഉണ്ടാവണു, അവരവിടെ സുഖമായി കഴിക്കണു എന്ന് മാത്രമല്ല ഞങ്ങൾ 2 ദിവസം അവിടെ ഉണ്ടുകൂടി. അപ്പോൾ ഇവിടെ രാജധാനിയിലുള്ള ഈ പരിസരത്തുള്ള ചില ആളുകളെ, പല ആളുകളെയും അവിടെ ഞങ്ങൾ മധ്യാഹ്ന സമയത്തൊക്കെ കാണുകയുണ്ടായി. ഇതൊക്കെ ഇപ്പോൾ അങ്ങടാ പോണത് മെല്ലെ മെല്ലെ. അവരിങ്ങനെ 12 സംവത്സരം അവിടെ ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ കൂടിയാൽ ഇവിടുന്ന് ഓരോന്നോരോന്നായിട്ട് അവിടെ പോവും. പിന്നെ അന്നം അകത്ത് പെട്ടാൽ പിന്നെ ഒരു കൂറുണ്ടാവും. ഒക്കെ പാണ്ഡവൻ പക്ഷപാതികളായിട്ട് തീരും. അതുകൊണ്ട് അങ്ങ് എന്താ വേണ്ടേച്ചാൽ അതൊക്കെ ചെയ്തോളൂ എന്ന് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ച് അവരവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു പോയി. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദുര്യോധനാകപ്പാട് കൂടി ഇരിക്കപ്പുറത്തി ഇല്ലാണ്ടായി. ഇതാ എണീച്ചു. ഇത് കേട്ടതോടുകൂടി ഇരിക്കപ്പുറത്തി ഇല്ലാണ്ടായി. എവിടേക്കാ പോണ്ടേ, എന്താ ചെയ്യണ്ടേ? പാണ്ഡവന്മാര് കാട്ടിൽ പോയിട്ട് പാത്രം കിട്ടിയതറേ. ഞാനേ അവരെയൊക്കെ കാട്ടിക്ക് പറഞ്ഞയക്കുമ്പോൾ എന്താ വിചാരിച്ചറിയോ? ആ പൊണ്ണല്ലേ, എന്തോടോ തെക്ക് വടക്ക് നോക്കണത്, പൊണ്ണൻ ഭീമനെ. ആ ഭീമനൊക്കെ കാട്ടിൽ പോയിട്ട് വല്ല കായോ കിഴങ്ങോ എന്തെങ്കിലും കഴിച്ച് ഒന്ന് ചെറുതായിട്ട് വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പം അവർക്ക് അക്ഷയപാത്രം കിട്ടിയേക്കണത്, മായയില്ലാത്ത ദിവ്യമായിട്ടുള്ള ഭക്ഷണം. അവൻ 4 നേരമോ 8 നേരമോ എത്ര നേരം ചെലുത്തണേ നിശ്ചയമില്ല. ഇതൊക്കെ പാടെ കൂടി ചെലുത്തി തെക്ക് വടക്ക് ഒന്നും കൂടി വലുതാക്കിയിട്ട് അവൻ ഇങ്ങോട്ട് വരിക തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഒരു മാർഗം ആലോചിക്കാതെ കണ്ട് വയ്യ. പാണ്ഡവന്മാർക്ക് കിട്ടിയ പാത്രം ഇല്ലാണ്ടേ ആക്കണ്ടേ, അത് എന്താ ചെയ്യണ്ടേന്ന് അങ്ങനെ ആലോചിച്ചപ്പോൾ ദുര്യോധന് തോന്നി, എന്താ ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് എല്ലാവരുടെയും മുമ്പിൽ ഇവിടെ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കണത് എന്താ? ഇവിടെ ഇങ്ങനെ കയറി കേമായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കാൻ കാരണം എന്താ? എൻ്റെ അമ്മാവൻ്റെ ഒരു മഹാത്മ്യം. എന്നെ ഈ കാണുന്ന പോലെയൊക്കെ ആക്കിയത് എൻ്റെ അമ്മാവനാണ്. ആ അമ്മാവൻ കള്ളച്ചൂത് കളിച്ചിട്ടായാലും വേണ്ടില്ല, എങ്ങനെയായാലും എനിക്ക് ഈ കാണുന്നതൊക്കെ എൻ്റെ അമ്മാവനെ ഉണ്ടാക്കി തന്നെ. അതുകൊണ്ട് അമ്മാവനെ ചെന്ന് കാണുക, അമ്മാവനെ കണ്ട എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകുമെന്ന് നിശ്ചയിച്ച് ആ ദുര്യോധനൻ അവിടുന്ന് അങ്ങോട്ട് ഓടിച്ചെന്നു. ശകുനിയുടെ അടുത്ത് അങ്ങോട്ട് ഓടിച്ചെന്ന്, അമ്മാവാ ഒക്കെ വെറുതെ ആയി, പാണ്ഡവന്മാർക്ക് കാട്ടിൽ പോയിട്ട് ഒരു പാത്രം കിട്ടിയിരിക്കണു, അങ്ങനെയാണ് നിലവിളിച്ച് ശകുനിയോട് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞങ്ങനെ വരാം. ശകുനി അവിടുന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ആരാ വരണത്? ദുര്യോധനാണ്. നിലവിളിക്കുണ്ടല്ലോ. എന്താ പറയണത്? എന്താ ഉണ്ണി? അപ്പാ പാണ്ഡവന്മാർക്ക് കാട്ടുന്ന ഒരു പാത്രം കിട്ടി. നിലവിളിച്ച് വന്നിട്ട് പറയുക, കാട്ടുന്ന ഒരു പാത്രം കിട്ടിയെന്ന്. ഉണ്ണി, ഇവിടെ എത്ര പാത്രം ഉള്ളതെന്ന് ആർക്കെങ്കിലും അറിയും? ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലെങ്കിൽ പുതിയത് ഉണ്ടാക്കുക. അവർക്കൊരു പാത്രം കിട്ടിയതിന് എന്തിനാ അത്ര വൈഷമ്യം? അതല്ല അമ്മാവ, അക്ഷയപാത്രമാണ് കിട്ടിയിരിക്കണത്. ആദിത്യനെ തപസ് ചെയ്ത് ജ്യേഷ്ഠൻ അക്ഷയപാത്രം നേടിയിരിക്കണു. ഉണ്ണി, ആ വൈഷമ്യം വിചാരിക്കണ്ട. നീയും ആദിത്യനെ തപസ് ചെയ്തോ, നനക്കും ഒരു പാത്രം തരാവും. ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞുകൂടാ. ഇപ്പം ഭരണം നടത്തണം വെച്ചാൽ ഇങ്ങനെ വല്ല പാത്രമൊക്കെ ഉണ്ടെങ്കിലേ നടത്തുള്ളൂ എന്നായിരിക്കണം. ചെലവ് ആലോചിക്കുമ്പോൾ ഇങ്ങനെ വല്ലതും കിട്ടിയാൽ കുറച്ച് കുറയ്ക്കുക. അതുകൊണ്ട് നീ ആദ്യത്തിനെ തപസ് ചെയ്തോ, നിനക്കും ഒരു പാത്രം കിട്ടും. അമ്മാവാ, എനിക്ക് പാത്രമൊന്നും വേണ്ട, തപസ് ചെയ്യാനും വയ്യ. നിനക്ക് പാത്രവും വേണ്ട, തപസ് ചെയ്യാനും വയ്യ. അദ്ദേഹത്തിന് തപസ് ചെയ്യാന്നുണ്ട്, അദ്ദേഹത്തിന് പാത്രം കിട്ടി, പിന്നെ എന്താ വൈഷമ്യം? അമ്മാവാ, എനിക്ക് വേണമെന്നില്ല, പക്ഷേ പാണ്ഡവന്മാരുടെ പാത്രം ഇല്ലാണ്ടാക്കണം. കുടിലധി കുരുണാമ്പതി. ദുർബുദ്ധിയാണ് കുരുക്കളുടെ പതിയായിരിക്കുന്ന ദുര്യോധനൻ. ദുഷ്ടബുദ്ധികളുടെ ലക്ഷണം എന്താ? അവരോർക്ക് ഉണ്ടാവണം എന്നല്ല വിചാരിക്കുക, മറ്റുള്ളവരുടെ ഇല്ലാണ്ടാക്കണം. ദുർബുദ്ധികളിൽ അഗ്രേസരനായിരിക്കുന്ന ആ ദുര്യോധനൻ അമ്മാവനോട് ശകുനിയോട് ഇതങ്ങനെ പറഞ്ഞപ്പോൾ ശകുനിക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷമാവുക ചെയ്ത്. ഉണ്ണീ, നീ
എൻ്റെ മരുമകൻ തന്നെ. നിനക്ക് മറ്റുള്ളവരെ ഇല്ലാണ്ടാക്കണം എന്നല്ലേ ഉള്ളൂ, ഞാൻ വേണ്ട പോലെ ആക്കി തരാം. ആ വരായിട്ട് കെട്ടിയിരിക്കുന്ന ആ പാത്രത്തിൻ്റെ ശക്തി ഇല്ലാണ്ടാവണമെങ്കിൽ ശാപം കൊണ്ടേ സാധിക്കുള്ളൂ. അതിന് അതിതപസ്വിയായി തപോബലം കൊണ്ട് അഗ്രേസരനായിരിക്കുന്ന ഒരാൾ വേണം. നന്റെ ഭാഗ്യത്തിന് ആ ദുർവാസസ് മഹർഷി ഇവിടെ സമീപത്ത് ശിഷ്യന്മാരോട് കൂടിയിട്ട് പർണശാല കെട്ടി അധിവസിക്കുന്നുണ്ട് എന്ന് ചാരന്മാർ വഴി ഞാൻ മനസ്സിലാക്കി. നീ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടിരിക, ഇവിടെ സൽക്കരിച്ച് വേണ്ട പോലെ ആക്കുക, ഭക്ഷണമൊക്കെ കൊടുക്കുക, അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തി ഞാൻ പറയണത് പോലെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോ പോയി. അങ്ങോട്ട് നോക്കുക, ചാടി അങ്ങോട്ട് പോയി. എന്താ, എൻ്റെ അമ്മാവൻ പറഞ്ഞത് കേട്ടാൽ നേരെയാകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരെയായതും. അതുകൊണ്ട് അമ്മാവൻ പറഞ്ഞാൽ പിഴക്കില്ല, അമ്മാവൻ പറഞ്ഞ വഴിക്ക് പോവുക തന്നെയാ നല്ലത് നിശ്ചയിച്ച് ദുര്യോധനൻ അവിടുന്ന് അങ്ങോട്ട് പോയി എന്ന് മാത്രല്ല, ശ്രീ ദുർവാസം അമന്ത്രനാഗാഹ്വയം ഏകഥാ ആ ദുർവാസസ് മഹർഷിയെ തൻ്റെ നാഗാഹ്വയത്തിങ്കലേക്ക് ഒരു ദിവസം അധിക താമസമില്ലാതെ കണ്ടൊരു ദിവസം ആ ദുർവാസസ് മഹർഷിയെ തൻ്റെ രാജധാനിയിലേക്ക് അങ്ങോട്ട് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടു. ദാ ശിഷ്യന്മാര് ശിഷ്യാണാമയുധേന സാർത്ഥം 10,000 ശിഷ്യന്മാരോട് കൂടിയിട്ട് ആ ദുർവാസസ് മഹർഷി ഒരു ദിവസം ദുര്യോധനന്റെ രാജധാനിയിലേക്ക് അങ്ങോട്ട് എഴുന്നള്ളി. അധിക ദിവസമൊന്നും ഉണ്ടായില്ല. ദുര്യോധനൻ അവിടെ ചെന്ന് പറഞ്ഞു, അദ്ദേഹം വേഗം വരാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരുക്കങ്ങളൊക്കെ ആയി. എന്താ ദുര്യോധനന്റെ ഗുണം എന്താ വെച്ചാൽ, ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഭരണാധികാരികളുടെ ലക്ഷണം ആരെ എന്ത് എപ്പോ എങ്ങനെ ഏൽപ്പിച്ചാൽ കാര്യം വേണ്ട പോലെ ആവും എന്നുള്ള ബോധം ഉണ്ടാകും. ദുര്യോധനൻ ശ്രേഷ്ഠനായിട്ടുള്ള ഭരണാധികാരിയാ. തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഓരോന്നായിട്ട് ഓരോ ആളുകളെ ഇങ്ങോട്ട് ഏൽപ്പിച്ച് വേഗം തന്നെ ആ മഹർഷി വരാൻ യാതൊരു വൈഷമ്യവും ഇല്ലാത്ത പോലെയാക്കി. എന്നാൽ മഹർഷിയുടെ എഴുന്നള്ളത്ത് അങ്ങോട്ട് തുടങ്ങി. അവിടുന്ന് അങ്ങോട്ട് ആളുകളൊക്കെ ഇതൊക്കെ ഇപ്പം എവിടേക്കാണ് പോണത്? കാലം പിടിക്കാൻ പോവുക. അപ്പം അങ്ങനെയായിരിക്കണു. സന്യാസിയാണോ മഹർഷിയാണോ എന്നൊന്നും നോക്കലില്ല. സ്വീകരണം കേമായ പകുതിയാവേ. അപ്പോൾ അവിടെ തന്നെ പുറപ്പെടാൻ തുടങ്ങിയിരിക്കണു. സ്ത്രീകളൊക്കെ പാടെ കൂടി താലൊക്കെ പിടിച്ച് വാദ്യക്കാരൊക്കെ അവിടുന്ന് പിണ്ടേം പടയ്ക്കാം നടനടോ നടനടാ വാദ്യക്കാരവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. ഓരോരുത്തരായിട്ട് അങ്ങോട്ട് ചെന്ന് അവിടുന്ന് മഹർഷി അവിടുന്ന് അങ്ങോട്ട് ക്ഷണിച്ചു കൂട്ടിക്കൊടുന്ന് ദുര്യോധനൻ ഏകദേശം ആ രാജധാനിയിലെ തൻ്റെ സമീപത്ത് എത്താറായി എന്ന് കണ്ടപ്പോൾ ഓടി അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിനെ ചെന്ന് കണ്ട് നമസ്കരിച്ചു. എന്താ ചെന്ന് കണ്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ, സ്വതേ ദുര്യോധനന് മഹർഷിമാരെയും ഇവരൊന്നും വലിയ ബഹുമാനമൊന്നുമില്ല. പക്ഷേ അവനോൻ്റെ കാര്യം നടക്കണമെങ്കിൽ ആരെയും ബഹുമാനിക്കാമെന്നായിരിക്കണം. ഇപ്പോൾ ഏതായാലും തൻ്റെ കാര്യം നടക്കാൻ വേണ്ടി മഹർഷിയെ അവിടുന്ന് ബഹുമാനിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരുത്തി അർഘ്യപൂജാദികളൊക്കെ ചെയ്തതിന് ശേഷം ആ ദുര്യോധനൻ അമ്മാവൻ പറഞ്ഞു കൊടുത്തതുപോലെ മഹർഷിയുടെ സമീപത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മഹർഷേ ഒരു കാര്യം പറയാണ്ട്. ദുര്യോധന എന്താ വേണ്ടേച്ചാ പറഞ്ഞോളൂ. ഇപ്പോ അങ്ങയുടെ എഴുന്നള്ളത്തൊക്കെ പാകായില്ലേ? ഒക്കെ കേമായി. ഇനി അടുത്തത് ഭിക്ഷയാണ്. എപ്പോഴാച്ചാ ദുര്യോധനം പറഞ്ഞോളൂ, ഞാൻ എഴുന്നള്ളാം. അതിന് മുമ്പേ ഒരു കാര്യം ഉണർത്തിക്കാണ്ട്. എന്താ ദുര്യോധന പറയൂ. അതേ, അങ്ങയുടെ കൂടെ പോന്നിരിക്കുന്ന ആളുകളല്ലേ ഇതൊക്കെ? അതേ, എൻ്റെ ശിഷ്യന്മാരാണ്. ശിഷ്യാണാമയുധേന സാർത്ഥം 10,000 ശിഷ്യന്മാരില്ലാതെ കണ്ട് ദുർവാസത്തിനെ കാണുന്നില്ല. ഇതൊക്കെ എൻ്റെ ശിഷ്യന്മാരാ. അപ്പോൾ ദുര്യോധന ഒന്നങ്ങനെ നോക്കി എല്ലാത്തിനെയും. അപ്പം ഇങ്ങോട്ട് നോക്കി നോക്കുക, ഇതൊക്കെ മഹർഷിയുടെ ശിഷ്യന്മാരാ. ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്താ അറിയോ, കണ്ണിമാങ്ങ മുതൽ
ഉപ്പുമാങ്ങ വരെ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. എല്ലാ പ്രായത്തിലും ഉള്ളതുണ്ട്. അപ്പോൾ അതാ കിടാങ്ങൾ കുറച്ചെണ്ണമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടി സന്യാസികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഈ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ, ചെറിയ വിദ്വാന്മാരൊക്കെ അതാ കണ്ടില്ലേ, ഒരു ദിക്കിൽ ഇരിക്കണില്ല, അങ്ങോട്ട് നടക്കുക. എന്താ വിശന്നിട്ടാ? വിശന്നാ പിന്നെ അങ്ങനെയാണ് കിടാങ്ങൾ ഒരു ദിക്കിൽ ഇരിക്കില്ല. അതെ, ഇവർക്കൊക്കെ ആദ്യം അങ്ങോട്ട് ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് അങ്ങേക്ക് എൻ്റെ കൂടെ വിസ്തരിച്ചാവാം. ദുര്യോധന രണ്ടായിട്ടൊന്നും വേണ്ട, ഒന്നിച്ച് അല്ല, അങ്ങനെയല്ല. അങ്ങേക്ക് എൻ്റെ കൂടെ ആവാം, ഇവർക്ക് ആദ്യം അങ്ങോട്ട് കൊടുക്കാം. ഓ, എങ്ങനെയാ അങ്ങയുടെ ഇഷ്ടച്ചാ അതുപോലെ ആവാം. കിടാങ്ങള്, നിങ്ങളോടാ പറയണത്. അദ്ദേഹം ഭക്ഷണം തരാമെന്ന് പറയണ്ട, പുറപ്പെട്ടോളിൻ. അവിടെ അത് പറയേ വേണ്ടൂ. ഭക്ഷണം കലായി ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല, ഒക്കെ അങ്ങോട്ട് ഓടും. കിടാങ്ങൾക്ക് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ ഓരോന്ന് പുറപ്പെട്ടു തുടങ്ങിയിട്ടോ. എവിടേക്കാ പോണത്? ഊട്ടുപരേക്ക് തന്നെയാണ്. ഊട്ടുപര എവിടെയാണെന്ന് അറിയേ? അതെ, പോവാൻ പറ്റേ. ഊട്ടുപരേക്കല്ല പോണ്ടത്. ദുര്യോധന ആളുകളെയൊക്കെ അവിടെ പറഞ്ഞ് പാകത്തിന് ചട്ടം കെട്ടിയിട്ടുണ്ട്. എടോ, ഊട്ടുപരേക്കല്ല പോണ്ടേട്ടോ. ഊട്ടുപരേക്കല്ലേ, പിന്നെ എവിടെയാ ഊണ്? ഊട്ടുപരേക്കല്ല, കുളപ്പരേക്കാ പോണ്ടത്. കുളപ്പരയിലോ? അപ്പം അങ്ങനെയൊന്നും ഇല്ലയെന്നായിരിക്കണു. എവിടുന്നും ഊണ് കൊടുക്കാമെന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. എവിടുന്നും ആവാം, ആരുടെ ആവാമെന്നുള്ള അവസ്ഥ. അപ്പോൾ കുളപ്പരയിൽ ഊണുണ്ടോ? കുളപ്പരയിൽ ഊണല്ലടോ. ബ്രാഹ്മണര്, സന്യാസിമാര്, ഇവർക്കൊക്കെ ഭക്ഷണത്തിന് മുമ്പ് എന്താ പതിവ്? അപ്പം ഭക്ഷണം തന്നെ വേണ്ട പോലെ ഇല്ലാന്നുള്ള കാല. പിന്നെ ഭക്ഷണത്തിന് മുമ്പേ ഭക്ഷണത്തിന് മുമ്പ് എന്താ പതിവ്? സ്നാനം പതിവുണ്ടോ? സ്നാനം പതിവുണ്ടോന്ന് തെക്കുടക്ക് നോക്കി തന്നെയാണ്. സ്നാനം എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവാണ്ടേ ഇരിക്കണു. പതിവുണ്ടോ? കുളി പതിവുണ്ടോന്ന്? പതിവായിട്ടൊന്നും ഇല്ല. ആരെങ്കിലും പിടിച്ച് വെള്ളത്തിലിട്ടാക്കളും ഒന്നുണ്ടാവും, അത്ര തന്നെയാണ്. സ്നാനം പതിവ്? സ്നാനം വേണം. സ്നാനമൊക്കെ രാവിലെ കഴിച്ചു കൂട്ടാനുള്ള വൈഷമ്യം ആലോചിച്ച് അതൊക്കെ ഇല്ലാണ്ടാവുക ഭേദം തന്നെ. എടോ, സ്നാനമൊക്കെ പതിവ് അതൊക്കെ കഴിച്ചിട്ടാ വന്നേ. അത് പറ്റില്ല. മഹാരാജാവ്, ബ്രാഹ്മണര്, സന്യാസിമാര് ഇവരൊക്കെ ഇവിടെ വരുമ്പോൾ വിശേഷമായിട്ട് വേണം നിശ്ചയിച്ച് സ്നാനം കഴിഞ്ഞിട്ട് മതി ആ ഭക്ഷണം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കണത്. അതിനങ്ങനെ ആയിക്കോട്ടെ, അത് കഴിഞ്ഞാൽ അത് തരാവൂലോ. ഒക്കെ പുറപ്പെട്ടു. നേരെ കുളപ്പരയിലങ്ങോട്ട് കൊണ്ടുപോയി. കുളപ്പരയിലങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ ക്ഷേമമായിട്ട് അവിടെ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അതാ അങ്ങോട്ട് നോക്കി നോക്കുക. 1, 2, 3, 4 എത്ര എണ്ണം അവിടെ ഇങ്ങനെ കാവൽ നിൽക്കണത്. അപ്പം അങ്ങോട്ട് നോക്കുക. ഇരിക്കാണ്ട കുറേ എണ്ണം അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ എന്താ അറിയോ? കുളപ്പരയിലെ ബിരിയെ സ്വീകരിക്കാൻ നിൽക്കണവരാ. ഇങ്ങോട്ട് വരാം. കുളിക്കാൻ കൊണ്ടുപോയി. അതെ, അപ്പം കുളിക്കല്ലേ? കുളിക്കന്നെ. വെള്ളത്തേക്ക് ഇറങ്ങാൻ പുറപ്പെട്ടപ്പോൾ പറ്റേന്നോ? തേച്ചുകുളി പതിവുണ്ടോ? തേച്ചുകുളി പതിവുണ്ടോ? എണ്ണ തേച്ച് കുളിക്കൽ പതിവുണ്ടോന്നാ എൻ്റെ കാര്യം പറയാം. ഞാൻ സ്വതേ പതിവില്ല. എവിടുന്നെങ്കിലും വെറുതെ തരാവ് വെച്ചാൽ വിസ്തരിച്ച് പതിവുണ്ട്. ഇവിടെ സുഖമായി തരാവും. ഇവിടെ അതിനൊന്നും ഒരു വൈഷമ്യമില്ല. മഹാരാജാവ് കേമായിട്ട് വട്ടം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തേച്ച് കുളിക്കാം, തേച്ച് കുളിയാവാം. അതെ, തേച്ചുകുളി തന്നെ ഇവിടെ 2 തരാട്ടോ. തേച്ചുകുളി 2 തരം. പച്ചെണ്ണയുണ്ട്, കാച്ചിയെണ്ണയുണ്ട്. ഏതാ വേണ്ടേന്ന്? ഇപ്പം കാച്ചി എണ്ണാന്നൊക്കെ പറഞ്ഞാൽ വല്ല പപ്പടം കാച്ചിയതിൻ്റെ ബാക്കിയാ വിചാരിക്കും ഇവരൊക്കെ. അതൊന്നുമല്ല, കാച്ചി കുറുക്കിയിട്ടുള്ള കേമായിട്ടുള്ള എണ്ണയാണ്. അത് മതി. മഹാരാജാവ് അതാ പതിവ്. വേണ്ടാക്കണ്ട. അതാ തൻ്റെ കുടുംബയ്ക്കൊക്കെ ഭാഗം കാച്ചി എണ്ണ തന്നെയാണ്. എപ്പോഴും എല്ലായിടത്തും തരായിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഇങ്ങനെ വെറുതെ കിട്ടുമ്പോൾ സാമാന്യത്തിലധികം വാങ്ങി അങ്ങോട്ട് തേച്ച് കുളിച്ച് കെട്ടി അങ്ങോട്ട് വെക്കുക. പിന്നെ കുറച്ച് കാലത്തേക്ക് കഴിക്കേണ്ട പണി. കാച്ചി എണ്ണയാവാം. അതാ കൊണ്ടുവരേണ്ട വലിയ പറയേണ്ട താമസം. അവിടുന്ന് വലിയ പാത്രത്തിൽ ഏറ്റി പിടിച്ചാൽ കൊണ്ടുവരാൻ തുടങ്ങി. കൊണ്ടുവന്ന് കാച്ചി എണ്ണ. കാച്ചി എണ്ണ ഏതാ വേണ്ടേന്നോ? ഏതാ? ഇവിടെ പല തരണ്ടേ. മഹാരാജാവിൻ്റെ അവിടെയല്ലോ, വല്ല കുറവുണ്ടോ? ഏതൊക്കെയാണുള്ളത്? ഗുളിച്യാദി, ഗുളുകുളിച്യാദി, മഹാഗുളിച്യാദി,
ഏതാ വേണ്ടതാ? ബലാ കുളിച്ചാലും ഒക്കെ ഉണ്ട്. ഏതാ എടോ? ഏത് ഗുളുകുളു ആയാണ്ടോ തേച്ച് കുളിച്ചാൽ പോലെ ആണോ? ഒക്കേലും ഗെയിമായിട്ടുള്ള ഗുളുകുളു തന്നെ ആയിക്കോട്ടെ. കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തു. അദ്ദേഹം അവിടുന്ന് എണ്ണ അങ്ങോട്ട് കൊണ്ടുവന്ന പറഞ്ഞ ആളുകൾ അങ്ങോട്ട് കൊടുത്തില്ലേ? ഒക്കെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് വെള്ളത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ഇഞ്ചയും വാകയൊക്കെ തേച്ച് കുളിച്ച് അവിടുന്ന് ചന്ദനവും കുങ്കുമവും ഒക്കെ പൂശി ഒക്കെപ്പാടെ കൂടി അവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് വന്ന് ഊട്ടുവരയിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോ അവിടെ വച്ചിട്ടാണ് ദുര്യോധനൻ മഹർഷിയുടെ ശിഷ്യന്മാരെയും മഹർഷിയൊക്കെ വേണ്ട പോലെ ബഹുമാനിച്ചത്. എന്താ? എങ്ങനെയാ? പൂജ്യം തം, പൂജ്യനായിരിക്കുന്ന മഹർഷിയെയും എങ്ങനെയാ അദ്ദേഹം തൃപ്തിപ്പെടുത്തിയത് എന്നാണെങ്കിൽ അധികപ്രാജ്യൈ ഭോജ്യാദിഭീതഭവീഭവൽ, അധിക പ്രാജ്യങ്ങളായിരിക്കുന്ന ഭോജ്യാദികളെ കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളം ഭക്ഷണം നല്ലോണം നെയ്യും തേനും വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കേമായിട്ട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ഭക്ഷണം അങ്ങോട്ട് കൊടുക്കും. ഭക്ഷണം കൊടുത്താൽ തന്നെ ആളുകൾക്ക് തൃപ്തിയാവുള്ളൂ. വേറെ എന്ത് കിട്ടിയാലും കുറച്ചും കൂടി കിട്ടിയാൽ കുറച്ചും കൂടി കാര്യം നടക്കുന്ന വിചാരിക്കുക. എന്നാൽ ഭക്ഷണം അങ്ങോട്ട് കൊടുത്താൽ കണ്ഠം, നാസം, ശിഖം, കഴുത്ത് വരെ മൂക്ക് വരെ കുടുംബ വരെ കിഴപ്പെട്ട് നോക്കിയാൽ എട്ടടങ്ങഴി പായസം പുറത്തേക്ക് എന്നുള്ള അവസ്ഥയായ ഒരാളോട് അതേ എൻ്റെ സന്തോഷത്തിന് കുറച്ചും കൂടി കഴിക്കണോ, ഒന്ന് വയ്യ നാളെ ആവാമെന്നെങ്കിലും പറയും. മതീന്ന് പറയണമെങ്കിൽ ഭക്ഷണം കൊടുത്താൽ തന്നെ തൃപ്തിയാവുള്ളൂ. അതറിയണ ദുര്യോധനൻ കേമായിട്ടുള്ള ഭക്ഷണം, വിശേഷമായിട്ടുള്ള വിഭവങ്ങൾ അത് വിശേഷമായിട്ട് ഉണ്ടാക്കിയിട്ട് മഹർഷിയുടെ ശിഷ്യന്മാർക്ക് അങ്ങോട്ട് കൊടുത്തു. ഭക്ഷണം കേമായാൽ മാത്രം പോരാട്ടോ, കൊടുക്കണത് വേണ്ട പോലെയാവും. നിലത്തിരുത്തി ഇല ഇട്ട് വിസ്തരിച്ചു ഉണ്ടാ തന്നെ ഊണാവുള്ളൂ. അല്ലാണ്ട് ഇപ്പത്തെ ഒരുത്തം ചില സമ്പ്രദായങ്ങളില്ലേ, ഓരോ ദിക്കിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചാൽ കേമായി വസ്ത്രമൊക്കെ കെട്ടി അവിടുന്ന് ഇവിടുന്ന് ഉള്ളതും അവനവൻ്റെയും മറ്റുള്ളവരെയൊക്കെ മാറ്റിയതും മറച്ചതും ഒക്കെ കെട്ടി ചാർത്തി ഇവിടുന്ന് അവിടേക്ക് അങ്ങോട്ട് പുറപ്പെടും. വലിയ വാഹനത്തിലൊക്കെ കയറിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പാത്രം അങ്ങോട്ട് തരി. പാത്രം പിടിച്ച് ഒരു വിദ്വാൻ്റെ മുമ്പിൽ പോയി നിൽക്കും. അവിടെ നിന്നിട്ട് എന്താ ചെയ്യണതെന്ന് ഇവിടെ ഇരുന്ന് പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഊഹിച്ചാൽ മതി. അവിടെ അങ്ങോട്ട് ചെന്ന് നിൽക്കുക, അയാൾ തരും. അത് കഴിഞ്ഞാൽ അടുത്ത ആളുടെ അടുത്ത് നിന്ന് വാങ്ങുക. അങ്ങനെ മൂന്നാലിൻ്റെ ആളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് എവിടെയെങ്കിലും നിന്ന് ഖം അങ്ങനെയൊന്നും ആയാൽ പാകാവില്ല. ഇരുത്തി വിളമ്പണം പാകമായിട്ട്. അത് മാത്രമല്ല വിളമ്പി കൊടുക്കുകയും വേണം. എങ്ങനെയാണ് വിളമ്പി കൊടുക്കുക? ചില ദിക്കിലൊക്കെ സദ്യ കേമാവും. ഉണ്ടാക്കണ ആളുകൾ കേമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നടത്തിക്കണ ആളുകൾക്ക് കേമാവണം എന്ന് വിചാരം ഉണ്ടാവും. വിഭവങ്ങളും നന്നായി ഉണ്ടാവും. പക്ഷേ ചില വിളമ്പണ വിദ്വാന്മാരുണ്ട്. ആളുകളൊക്കെ ഊണ് കഴിക്കാൻ ചെന്ന് അവിടെ ഇങ്ങനെ തെക്കി തിരക്കിയിരിക്കുമ്പോൾ ഈ വിദ്വാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരും. എന്നിട്ട് പേടിച്ചില്ലേ? ഇങ്ങനെ ചില വിളമ്പക്കാരുണ്ട്. വിദ്വാൻ്റെ പറഞ്ഞ കേട്ട എന്താ തോന്നുക? ശിവ ഈ മഹാഭാവിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കണതിലും ഭേദം കഴിക്കാണ്ടിരിക്കുകയാണ്. എന്താ? ചിലപ്പോൾ ദേഷ്യം കൊണ്ടൊന്നും ആവില്ല, അയാളുടെ പ്രകൃതം അങ്ങനെയാണേ ഉണ്ടാവുള്ളൂ. പക്ഷെ കേൾക്കണ ആൾക്ക് പേടിയാവും. അങ്ങനെ ആയാൽ പറ്റില്ല. ചോദിച്ച് അറിഞ്ഞ് വിളമ്പേണ്ട സ്ഥാനത്ത് വിളമ്പി സമയത്ത് വിളമ്പണം. അല്ലാണ്ട് ഓരോന്നും ഓരോ സമയത്തല്ല. മോര് കൊണ്ടുവരുന്ന നേരത്ത് രസം കൊണ്ടുവരിക, രസം കൊണ്ടുവരുന്ന നേരത്ത് പായസം കൊണ്ടുവരിക, അങ്ങനെ ആയാലും പറ്റില്ല. ഒക്കെ പാകമായിട്ട് അവിടെ ഭക്ഷണം വേണ്ട പോലെ അങ്ങ് ഒരുക്കി ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയത് മാത്രമല്ല അധികപ്രാജ്യൈ ഭോജ്യാദിഭീ, ഭക്ഷണം കേമായിട്ട് അങ്ങോട്ട് കൊടുത്ത് മഹർഷിയുടെ ശിഷ്യന്മാരെയൊക്കെ അങ്ങോട്ട് സന്തോഷിപ്പിച്ചു. തൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ സന്തോഷമായി, അവരെയൊക്കെ വേണ്ട പോലെ തൃപ്തിപ്പെടുത്തി എന്ന് മഹർഷിക്ക് അങ്ങോട്ട് മനസ്സിലായപ്പോൾ മഹർഷി അവിടുന്ന് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ എന്താ ഒക്കെ തുടയോട് തിക്കി തിരക്കിയിരുന്ന അങ്ങനെ ഭക്ഷണം കഴിക്കുക. എന്താ? കാളം കൂട്ടി കുഴയ്ക്കുക, എരിശ്ശേരിയിൽ ആറാടിക്കുക, പഴം പപ്പടം ഉപ്പേരികൾ വറവുകളൊക്കെ കൂട്ടി വെച്ച് പൊട്ടിച്ച് വലിയ വലിയ ഉരുളകളാക്കി. എന്താ? തറപ്പണിയാ. ശ്രദ്ധിക്കണം, തറപ്പണി വെള്ളമില്ലാണ്ട പണിയണം. എന്താ?
വെള്ളം ഇല്ലാണ്ട തറപ്പണിയാണെങ്കിൽ മേപ്പെട്ട് പണിയുമ്പോൾ ഒലിച്ചു പോകാണ്ടിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തറപ്പണി കാളനൊക്കെ കൂട്ടിയിട്ട് തറപ്പണി കഴിഞ്ഞാൽ പിന്നെ ചോറ് കൊണ്ടുവരിക. ആ ഓരോന്നായിട്ട് ആദ്യത്തെ പന്തിക്ക് ചോറ് വിളമ്പുമ്പോൾ എങ്ങനെയാ അറിയോ? കീഴ്പ്പെട്ട് നോക്കാൻ പാടില്ല എന്നാ ശാസ്ത്രം. അതെന്താ? ചോറ് വിളമ്പുമ്പോൾ മേപ്പെട്ട് നോക്കുക. ചോറ് ഇങ്ങനെ വിളമ്പി താടി കൊണ്ട് ഇങ്ങനെ ചിക്കാറായാൽ നിർത്താമെന്നാ കണക്ക്. ചിരിക്കണ്ട, ഇത്രയൊക്കെ ചോറ് ചെലുത്താനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇത് മുഴുവൻ ചെലുത്താനില്ല. ആദ്യം കൂട്ടി കഴിക്കുക. അത് കഴിഞ്ഞാൽ ഒരു കുളം കുടിക്കുക. ഇലയിലൊരു കുളം കുത്തുക. എന്നിട്ട് പ്രഥമൻ നിറയ്ക്കുക. എത്ര കൂട്ടം പ്രഥമുണ്ട്? 4 കൂട്ടം. 4 കൂട്ടം പ്രഥമനാത്രേ. ആദ്യത്തെ പ്രഥമനങ്ങോട്ട് വന്നു, ആ കുളത്തിലങ്ങോട്ട് നിറച്ചു. ഇനി എന്താണ് നോക്കിയിരിക്കണത്? തുമ്പിക്കൈ ഇടുക, വലിക്കുക. തുമ്പിക്കയ്യോ? അപ്പം അവിടെ പോയി ആനയെ വിളിച്ചു കൊണ്ടിരണമെന്ന് ആലോചിക്കണത് അതല്ല. തൻ്റെ ആ വലത്തെ കൈ അങ്ങോട്ട് ഇടുക, അങ്ങോട്ട് വലിക്കുക. വലതിലിപ്പോൾ കയ്യെണ്ണ ഉണ്ടോയെന്ന് സംശയമായിട്ടുള്ള കാലം. ഏതായാലും അതിലൊരാളുള്ള വലത്തെ കൈ അങ്ങോട്ട് ഇടുക, എന്നിട്ട് അങ്ങോട്ട് ചെലുത്തുക. ആദ്യത്തെ പായസം അങ്ങോട്ട് പ്രഥമൻ അങ്ങോട്ട് ചെലുത്തി. അത് കഴിഞ്ഞപ്പോൾ എന്താ അവിടെ താങ്ങി പിടിച്ചു കൊണ്ടിരുന്നത്? രണ്ടാമത്തെ പ്രഥമനാണ്. ഏതാ? നിറൊക്കെ പാടെ കൂടി കാണുമ്പോൾ ചക്കയാ. ചക്കപ്രഥമൻ അങ്ങോട്ട് ചെലുത്തി. അടുത്ത പ്രഥമൻ 4 കൂട്ടം പ്രഥമൻ അങ്ങോട്ട് ചെലുത്തി കഴിഞ്ഞപ്പോഴാണ് സാമാന്യം പോലെ ചെയ്യണ്ടല്ലോ അല്ലേ? ചെയ്യണ്ടെന്നല്ല, ചെയ്യണത് നന്നായിക്കോട്ടെ എന്നാ പറഞ്ഞതാ. കേമായിട്ട് ചെലുത്തിക്കോളുക, സുഖമായിട്ട് അങ്ങോട്ട് ചെലുത്താൻ തുടങ്ങി. 4 കൂട്ടം പ്രഥമൻ കഴിഞ്ഞപ്പോൾ പഞ്ചാര പായസം ഇങ്ങനെ കിഴപ്പെട്ട് നോക്കാൻ വയ്യാണ്ടായി. ഒക്കേത്തിനും സന്തോഷമായപ്പോൾ മഹർഷിക്ക് തൃപ്തിയായിട്ട് ദുര്യോധനനെ സമീപത്തങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ദുര്യോധന, നിനക്ക് എന്ത് വരാ വേണ്ടേച്ചാ ചോദിച്ചോപ്പ തരാം. തുഷ്ടോ വരം പൃഷ്ടവാൻ, എന്ത് വരാണ് വേണ്ടതെന്ന് ദുര്യോധനോട് ചോദിച്ച സമയത്ത് അമ്മാവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ പറയണ്ടേ? മഹർഷി, എനിക്ക് വരൊന്നും വേണ്ടേ. വംശത്തിന് ശ്രേയസ് ഉണ്ടാവണമെങ്കിൽ ഒക്കെയും മൂത്താളെ അനുഗ്രഹിക്കണം എന്നാണല്ലോ ശാസ്ത്രം. അതുകൊണ്ട് അങ്ങ് എൻ്റെ ജ്യേഷ്ഠൻ ധർമ്മപുത്രരും പാഞ്ചാലിയും അവർ പാണ്ഡവന്മാരും ഒക്കെ കാട്ടിലൊരു പർണശാലയായിട്ട് കുറച്ച് ദിവസമായിട്ട് അവിടെയാണ് കൂടുന്നത്. അതുകൊണ്ട് അങ്ങ് ഇതുപോലെ അടുത്ത ദിവസം അവിടെ ചെല്ലുക, അദ്ദേഹത്തിൻ്റെ ഭിക്ഷ സ്വീകരിക്കുക, ജ്യേഷ്ഠനെ അനുഗ്രഹിക്കുക, അത് മാത്രമേ വേണ്ടൂ. മുനി ഇത് കേട്ടപ്പോ സൽബുദ്ധിയായിരിക്കുന്ന മഹർഷിക്ക് സന്തോഷം തയ്ക്കാൻ വയ്യാണ്ടായി. ഇങ്ങനെയുണ്ടോ ഒരു മഹാരാജാവ്? ജ്യേഷ്ഠനെ അനുഗ്രഹിച്ചാൽ മതി, വംശത്തിലെ മൂത്താളെ അനുഗ്രഹിക്കുകയാണ്, വംശത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയാണ് വേണ്ടത്. എന്നാ ദുര്യോധന, ഞാൻ നാളെ തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനൻ ഒന്നുകൂടി പരിങ്ങി. അതെ മഹർഷി, അങ്ങ് പുറപ്പെടാമെന്ന് ഉറച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഉണർത്തിക്കാണ്ട്. പറയൂ ദുര്യോധന, വേറെന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിച്ചോളൂ, എനിക്ക് സന്തോഷമായിട്ടാണ് ചോദിക്കണത്. എന്ത് വരാ വേണ്ടത്? അങ്ങ് കാട്ടിലേക്ക് ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഒന്ന് മനസ്സിലിരിക്കണം. എന്താ ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ജ്യേഷ്ഠത്തിയമ്മയുടെ ഭക്ഷണം കഴിഞ്ഞിട്ടേ അവിടെ എത്താൻ പറഞ്ഞു. അതെന്താ വെച്ചാൽ വേറൊന്നും ഉണ്ടായിട്ടല്ല, ജ്യേഷ്ഠത്തിയമ്മ മാത്രമേ ഉള്ളൂ അവിടെ കാട്ടിൽ, സഹായത്തിന് ആരുമില്ല. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ വരണോരെ പോണോരെ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് ജ്യേഷ്ഠത്തിയമ്മയ്ക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ തന്നെ പറ്റുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ അങ്ങ് മഹർഷി ശിഷ്യന്മാരും കൂടിയിട്ട് അവിടെ ചെല്ലണ സമയത്ത് ജ്യേഷ്ഠത്തിയമ്മയുടെ ഭക്ഷണം കഴിഞ്ഞു വെച്ചാൽ ജ്യേഷ്ഠത്തിയമ്മയ്ക്ക് വൈഷമ്യത്തിന് കുറയുന്നു വിചാരിക്കണം. അതുകൊണ്ട് അങ്ങൊന്ന് ആലോചിക്കണം. ഇതും കൂടി കേട്ടപ്പോഴോ മഹർഷിക്ക് അതിലേറെ സന്തോഷമായി. ഗുരുപത്നി, ജ്യേഷ്ഠപത്നി, പത്നി മാതാവ് ഇവരൊക്കെ സ്വന്തം അമ്മയെ പോലെ കരുതേണ്ടവരാണ് എന്നാണ് ശാസ്ത്രം. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠത്തിയമ്മയായിരിക്കുന്ന പാഞ്ചാലിക്ക് വിഷമുണ്ടാവരുത് എന്നാണ് ദുര്യോധനൻ പറയണത്. ദുര്യോധന എന്നാ അങ്ങനെ തന്നെ പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞിട്ടേ അവിടെ എത്തുള്ളൂ എന്ന് പറഞ്ഞ്
ആ സൽബുദ്ധിയായിരിക്കുന്ന മഹർഷി ഇതൊന്നും മനസ്സിലാക്കാതെ അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. അടുത്ത ദിവസം തന്നെ ആ പാണ്ഡവന്മാരില് അഗ്രേസരനായിരിക്കുന്ന ആ ധർമ്മപുത്രരുടെ അടുത്തേക്കുള്ള ആ പർണശാലയിലേക്ക് പുറപ്പെട്ട് പർണശാലയുടെ സമീപത്തെത്തിയപ്പോൾ ദിവ്യജ്ഞാനം കൊണ്ട് ഒന്ന് നോക്കി. ആ ബ്രാഹ്മണരുടെ ഭക്ഷണം കഴിഞ്ഞിരിക്കണു, പാണ്ഡവന്മാരുടെ ഭക്ഷണം കഴിഞ്ഞു, ആളുകളുടെയൊക്കെ ഭക്ഷണം കഴിഞ്ഞു. പാഞ്ചാലി ഭക്ഷണം കഴിച്ച് പാത്രം മോറി കമത്തി. ആ ശിഷ്യന്മാരെ എല്ലാവരും കൂടി പോവാം. എല്ലാരെയും കൂട്ടി ആ പർണശാലയിലേക്ക് അങ്ങോട്ട് ചെന്നില്ലേ. ധർമ്മപുത്ര ദൂരത്ത് തന്നെ അങ്ങനെ കണ്ടു. മഹർഷി ശിഷ്യന്മാരും കൊണ്ട് വരണ കണ്ടപ്പോ അവിടുന്ന് ആ മഹാബ്രാഹ്മണരോട് കൂടിയിട്ട് അവിടുന്ന് അങ്ങോട്ട് ചെന്ന് മഹർഷിയെ ക്ഷണിച്ചു കൂട്ടി കൊണ്ടുവന്ന് ഇരുത്തി ആ അർഘ്യപൂജാദികളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, ഉച്ച നേരത്ത് മധ്യാഹ്ന സമയത്ത് ഭക്ഷണം കഴിക്കണ സമയത്ത് ഒരാൾ അവനവൻ്റെ ഭവനത്തേക്ക് വന്നാൽ പിടിച്ചിരുത്തി വർത്താനം പറയുകയല്ല വേണ്ടത്. ആദ്യം ഭക്ഷണം കൊടുക്കണം. അതാണ് ധർമ്മം. അതുകൊണ്ട് അല്ലേ മഹർഷേ, ഇവിടെ അടുത്തന്നെ പുഴയുണ്ട്, ആ പുഴയിൽ പോയിട്ടൊന്ന് മുങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഭക്ഷണം കലായി ഉണ്ടാവും എന്ന് പറഞ്ഞ് മഹർഷിയൻ ശിഷ്യന്മാരെ അങ്ങോട്ട് പറഞ്ഞയച്ച് ആ ധർമ്മപുത്രർ വേഗം പാഞ്ചാലി ഇരിക്കണ ദിക്കിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് നോക്കിയപ്പോൾ പാഞ്ചാലി ഭക്ഷണം കഴിച്ച് പാത്രം മോറിലൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്തൊന്ന് ഇരിക്കണോന്ന് സംശയിക്കുമ്പോഴാണ് ഭർത്താവിൻ്റെ വരവ്. വന്നു, നേരെ നോക്കിയതാ പാഞ്ചാലി ദുർവാസസ് മഹർഷിയും ശിഷ്യന്മാരും സ്നാനത്തിന് പോയിട്ടുണ്ട്, അപ്പൊ ഭക്ഷണത്തിന് വരും, ഭക്ഷണത്തിന്റെ കാര്യം നോക്കിക്കോളൂ, ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ചാടി അങ്ങോട്ട് പോയി. ഈ വാർത്ത അങ്ങോട്ട് കേട്ടപ്പോ ഭർത്താവ് വന്ന് ഈ കാര്യം പറഞ്ഞ സമയത്ത് ആ പാഞ്ചാലിയുടെ ഒരവസ്ഥ എന്തായി എന്നാണെങ്കിൽ, സാധുന തമേവ ശരണം മത്വാ ജഗന്നായകം പ്രാക്ദുശാദനദൗഷ്യദിഷ്ടകരുണാവേഗം ജം ദൈവതം ശൗരേ പരിപാലയേതി ചരണൗ തസ്യേവ സേയം മുഹൂർധ്യയന്തി ക്ഷണമാത്രവാസ്തദൃശേ താവൽ ത്രിധാമാ പുരാ അഥ തൻ്റെ ഭർത്താവ് വന്നിട്ട് ഈ വർത്തമാനം പറഞ്ഞ അങ്ങോട്ട് പോയില്ലേ. തത്താ സങ്കടം സഹിക്കാൻ വയ്യാത്തവളായി. ആ ഇരിക്കണ നിൽക്കുന്ന അങ്ങോട്ട് എണീച്ചു നോക്കി. നോക്കുമ്പോ ഭർത്താവിനെ കാണാനില്ല. വന്നു, എന്തോ പറഞ്ഞു, ചാടി അങ്ങോട്ട് പോയി. എന്താ പറഞ്ഞത്? പാഞ്ചാലി ദുർവാസസ് മഹർഷിയും ശിഷ്യന്മാരും എഴുന്നള്ളിയുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാ പോയത്. പാഞ്ചാലി നോക്കിയപ്പോൾ എന്താ സ്ഥിതി? ദുർവാസസ് മഹർഷിയാ വരണത്. അദ്ദേഹത്തിന് കോപം വന്നാൽ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പാത്രം എന്നല്ല വംശന്നില്ലാണ്ടാവും. എന്താ വേണ്ടേ? ആകെ ഇവിടെ പരിഭ്രമായി. ഇവിടെ ഭക്ഷണം ഇല്ലല്ലോ, എൻ്റെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ പാത്രത്തിലൊന്നും ഉണ്ടാവൂല്ലല്ലോ, ഇപ്പം വരൂലോ ഭർത്താവ്. ഇതൊന്നും നോക്കാണ്ട് അവരെ വിളിച്ചു കൊണ്ടുവല്ലോ. ആകപ്പാടെ കൂടി എന്താ വേണ്ടേ, എവിടേക്കാ പോണ്ടേ, ആരോടാ പറയണ്ടേന്നൊക്കെ പരിഭ്രമായി പാഞ്ചാലിക്ക്. എന്നാൽ ഇങ്ങനത്തെ അവസ്ഥ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ പലപ്പോഴും ഉണ്ടായിണ്ടാവും ഇല്ലേ. ചില ഭർത്താക്കന്മാരുണ്ട്, ഔദാര്യം ഉണ്ടായാൽ തന്നെ കഴിച്ചു കൂട്ടാൻ വയ്യാത്ത കാലത്ത് അത്യൗദാര്യ നിധികളായിട്ട് ചില ഭർത്താക്കന്മാർ. ആരെങ്കിലും എന്തേലും ഇങ്ങനെ പോണുണ്ടാൽ തന്നെ അങ്ങോട്ട് വരിക. എവിടേക്കാ പോണേ? ഞാൻ അമ്മാത്തിക്ക് ഒന്ന് പോകണം, അവിടെ ഒരുത്തൻ ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്, ആളെ അയച്ച് വരണം പറഞ്ഞിരിക്കുക. അപ്പോൾ ഇപ്പം പോയാൽ അങ്ങോട്ട് എത്തുമ്പോഴേക്കും സന്ധ്യ ആവില്ലേ? അതെ, സന്ധ്യ മുടക്കരുത്, അപ്പോഴേക്കും അങ്ങോട്ട് എത്തണം എന്നാ വിചാരിക്കണത്. അല്ല, അപ്പം ഭക്ഷണമൊക്കെ അവിടെ ചെന്നിട്ടാവാം. എൻ്റെ ഉമ്മറത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ
താൻ ഭക്ഷണം കഴിക്കാണ്ട് പോവേ. എടോ നമ്മളൊക്കെ ചാർച്ചക്കാരല്ലേ, ഇവിടെ വരിക, വിളിച്ചങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടേ ഇരുത്തിയിട്ട് ആ ഭാര്യയോട് പറയുക, അതെ ഇന്ന ആൾ വന്നിട്ടോ ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം എന്ന്. അവിടെ ഉള്ള 4 ആൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കണേന്ന് ഭാര്യയ്ക്ക് അറിയുണ്ടാവുള്ളൂ. അപ്പോഴാണ് 5ാമതൊരു വിദ്വാനിയെ വിളിച്ചു കൊണ്ടുവരും. അവിടെയാണെങ്കിൽ അന്ന് ഒന്നുമില്ല. അങ്ങനെ വന്നാൽ ബുദ്ധിയുള്ള സ്ത്രീകൾ എന്താ ചെയ്യുക? ബുദ്ധിയുള്ള സ്ത്രീകൾ പുറത്തേക്ക് അങ്ങോട്ട് കിടക്കും. പുറത്തേക്ക് കിടക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഉള്ള പോക്കല്ല കേട്ടോ. ഇപ്പം വിവാഹം കഴിഞ്ഞാൽ ആദ്യമുള്ളൊരു പോക്കുണ്ടല്ലോ, ആദ്യത്തെ പോക്കൊക്കെ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പോക്കുണ്ട്, വരാത്ത പോക്ക്. അതാ ഇപ്പം അധികവും കേൾക്കാനുള്ളത്. ആ പോക്കല്ല പറയണത്. ബുദ്ധിയുള്ള സ്ത്രീകളാച്ചാൽ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്തുള്ള ദിക്കിൽ ചെന്നിട്ട്, അതേ എൻ്റെ ഭർത്താവിൻ്റെ കാര്യമൊക്കെ അറിയാലോ, ഉപകാരമൊന്നും ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരിക്കലും ചില ഉപദ്രവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ആരോ 2 ആളെ വിളിച്ചു കൊണ്ടുണ്ട്, അവിടെ ഒന്നുമില്ല, എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇവിടെ ചോറില്ല, കൂട്ടാണ്ട്. അടുത്ത ദിക്കിൽ ചെല്ലും, അവിടെ പപ്പടം ഇരിക്കുന്നുണ്ട്, പപ്പടം ആയിക്കോട്ടെ. അപ്പുറത്ത് ചെന്നു, അവിടെ എന്നത് ഇരിക്കുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ വല്ലതും ബാക്കിയുണ്ടോ? അവിടെ പിന്നെ ഇരിക്കണ കണ്ടാൽ തന്നെ അറിയാം ഒരാൾക്കുള്ള ചോറ് എന്നും ബാക്കി ഉണ്ടാവും. അതെ, ആ ചോറ് ഇങ്ങോട്ട് തരൂ, ചോറ് അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങും. അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാങ്ങി അങ്ങോട്ട് കൊടുക്കും. വരണ ആളെന്താ വിചാരിക്കുക അറിയും? എടോ ഇയാളുടെ അവിടെ മഹാകേമാട്ടോ, എന്താ വെറുതെ വന്നപ്പോൾ തന്നെ 4 കൂട്ടാ, 4 അല്ല 16 കൂടും. ഓരോ ദിക്ക് പോയി ഉണ്ടാക്കണതാണ്. അടുത്തടുത്ത് ഭവനങ്ങളുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബന്ധുക്കളുണ്ടെങ്കിൽ, മിത്രങ്ങളുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ കാട്ടിൽ ആരുമില്ല, തനിക്ക് സഹായത്തിന് ആരുമില്ല, എവിടെയും ഭക്ഷണമില്ല. ഇനി എന്താ വേണ്ടതെന്നറിയാതെ കണ്ട് പാഞ്ചാലി കുറച്ച് നേരം ഒന്നങ്ങോട്ട് പരിഭ്രമിച്ചു. എന്താ ഈ കുറച്ചു നേരം പരിഭ്രമിച്ചു എന്ന് പറയണത് വെച്ചാൽ കുറച്ച് നേരെ പരിഭ്രമിച്ചുള്ളൂ. അതെന്താ? നമ്മളെ പോലെയുള്ള ആളുകളും ഭക്തന്മാരായിരിക്കുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയാം? നമ്മളെപ്പോഴാണ് അവിടെ എത്തുക? ഈശ്വരൻ്റെ അടുത്ത് എപ്പോഴാണ് എത്തുക? അവനവന് ചെയ്യാനുള്ളതൊക്കെ കഴിച്ചു കൂട്ടിയതിന് ശേഷം ഭഗവാന്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഇന്ന വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായി, ഇന്ന ആളെ കണ്ടു, അവിടെ എത്ര ദ്രവ്യം ചിലവാക്കി, അവിടെ പോയി ഇവിടെ പോയി, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, ഒക്കെപ്പാടെ കൂടി അബദ്ധമായി, നേരെയാക്കി തരണേ. അപ്പയ്ക്കും ചിലപ്പോൾ അകത്തിരിക്കണ ആൾ വിചാരിച്ചാലും നേരാവാത്ത അത്ര അപകടമായി ഉണ്ടാവും. എന്നാൽ ഭക്തന്മാരായിരിക്കുന്ന ആളുകൾക്കറിയാം അവർക്ക് ഏകാശ്രയം ഈശ്വരൻ മാത്രമാണ്. അതറിയാവുന്ന പാഞ്ചാലി തമേവ ശരണം മത്വാ ജഗന്നായകനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു പാഞ്ചാലി. ഈ അപകടത്തിങ്കൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. ആ ഭഗവാൻ കൂട്ടിയാലേ കൂടുള്ളൂ എന്ന് വിചാരിച്ച് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു പാഞ്ചാലി. എന്നാൽ ഈശ്വരന്മാരനവധി ഉണ്ടല്ലോ. കൃഷ്ണനെ തന്നെ പാഞ്ചാലി ശരണം പ്രാപിച്ചു, കൃഷ്ണനെ തന്നെ ശരണം പ്രാപിച്ചു എന്ന് പറയാൻ എന്താ കാരണം? ചില ആളുകൾക്ക് സംശയം ഉണ്ടായി എന്ന് വരാം. എന്താ വേറെ വലിയ ഈശ്വരന്മാര്, പാഞ്ചാലിക്ക് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ ഭക്തിയുടെ സ്ഥിതി എങ്ങനെയാച്ചാൽ പൂർവ്വ അനുഭവങ്ങൾ ഭക്തിയുടെ കാഠിന്യം കൂട്ടും എന്നാണ് ശാസ്ത്രം. അപ്പോൾ പാഞ്ചാലിക്കൊരു അനുഭവമുണ്ട്. ദുശാസനദൗത്യദൃഷ്ടകരുണാവേഗം നിജം ദൈവതം. പണ്ട് ആ കുരുസഭാമധ്യത്തിങ്കൽ വച്ച് ദുഷ്ടനായിരിക്കുന്ന ദുര്യോധനന്റെ വാക്ക് കേട്ട് ആ ദുശാസനൻ ഋതുസ്നാതയായിരിക്കുന്ന തന്നെ വേണിയിങ്കൽ പിടിച്ചു വലിച്ച് സഭാമധ്യത്തിങ്കൽ കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. അന്ന് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ബന്ധനം കൊണ്ട് തൻ്റെ ഭർത്താക്കന്മാരവിടെ ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരുന്നു. ആ സഭയിങ്കല് അതിപ്രബലന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഭീഷ്മാചാര്യര്, ദ്രോണാചാര്യര്, കൃപാചാര്യര്, കർണൻ, ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന പ്രതാപശാലികളൊക്കെ എല്ലാവരും കേമന്മാരാ. പക്ഷേ ഏറ്റവും വലിയ ആൾക്കെതിരെ ഒന്നും പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് സഭയിൽ മിണ്ടാണ്ടിരിക്കുന്നില്ലേ. അപ്പോൾ അതുപോലെ ആ
ആ സഭാമധ്യത്തിങ്കല് ഒരാളും ഒരക്ഷരം പറയാതെ തനിക്ക് ഇനി ആരാ ഉള്ളത്, ആരെങ്കിലും പറയൂ, ആരും തനിക്ക് പറയാല്ലോ എന്നായപ്പോ കൃഷ്ണ അങ്ങോട്ട് നീട്ടി വിളിച്ചപ്പോഴേക്കോ ചേല തന്ന് തന്നെ സംരക്ഷിച്ചത് ആ ഈശ്വരന. നിജം ദൈവതം തമേവാ, സത്യമായിരിക്കുന്നത് ആ ഈശ്വരൻ മാത്രമാണ്, ഈശ്വരൻ തന്നെയാണ് എന്ന് പാഞ്ചാലിക്ക് അന്ന് തന്നെ ഉറച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അവരവർക്ക് ഉണ്ടെന്ന് എന്താണോ ഉറപ്പ് അതാണ് ഈശ്വരൻ എന്ന് സാരം. തനിക്ക് തന്നെ സംരക്ഷിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ എത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ പാഞ്ചാലി ഭഗവാനെ ഒന്നങ്ങനെ വിളിച്ചു. എന്നാൽ എങ്ങനെയാ ആ ഭഗവാനെ പാഞ്ചാലി വിളിച്ചത് എന്നാണെങ്കിൽ തസ്യൈവ ചരണൗ ദൃഢം ധ്യായന്തി, അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങളെ താമരയുടെ അകൈതള പോലെ നീണ്ടടമ്പട്ട് പരിശുദ്ധങ്ങളായിരിക്കുന്ന ആ ഭഗവത് തൃപ്പാദങ്ങളെ തൻ്റെ തിരുമനസ്സിങ്കൽ അങ്ങോട്ട് വിചാരിച്ച് ഉറപ്പിച്ച്, മനസ്സ് ഭഗവാങ്കൽ ഉറപ്പിച്ച് ഉറക്കെ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഹാ ശൗരേ പരിപാലയ പരിപാലയ ഇതി. സൂര്യവംശസംഭൂതനായി ദ്വാരകാവാസിൻ കൃഷ്ണ, അവിടുന്ന് മാത്രമേ രക്ഷയുള്ളൂ. രക്ഷിക്കണേ രക്ഷിക്കണേ, ഈ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറക്കെ ആ നിന്ന നെപ്പില് ആ ഭഗവാനെ അങ്ങോട്ട് ഉറക്ക വിളിച്ചു. മനസ്സില് ഭഗവാനെ ഉറപ്പിച്ച് യാതൊരു സമയത്തിങ്കലാണോ ആ പാഞ്ചാലി വളരെ വളരെ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാൻ മാത്രമേ തനിക്ക് ആശ്രയുള്ളൂ എന്ന് നിരീച്ച് ആ ഭഗവാനെ വിളിച്ചത്. അപ്പോ ആ സമയത്തിങ്കൽ തന്നെ ത്രിധാമാവായിരിക്കുന്ന ഈശ്വരൻ പാഞ്ചാലിയുടെ പുരോഭാഗത്ത് അവിടെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. പാഞ്ചാലി കണ്ണു അടച്ച് കൃഷ്ണാന്നവിടെ വിളിച്ച് തീരുമ്പോഴേക്കോ പാഞ്ചാലിയുടെ മുമ്പില് ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. ഒരാളങ്ങോട്ട് വിളിക്കുമ്പോഴേക്കും വേറൊരാൾക്ക് മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടാനൊക്കെ സാധിക്കുമോ എന്നാണെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കും. എന്താ? അനിമ ഗരിമ ലഹിമ മഹിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാശ്യം ഇതൊക്കെ തികഞ്ഞ ആളെ മാത്രമേ ഈശ്വരന് നിരീക്കാൻ പാടുള്ളൂ. അപ്പോൾ ഭഗവാനായിരിക്കുന്ന ഈശ്വരന് തൻ്റെ ഭക്ത വിളിച്ചാൽ പുറപ്പെടാണ്ട് വയ്ക്കുമോ? പുറപ്പെടും. എന്ന് മാത്രമല്ല ഇവിടെ ഭഗവാനെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്താ? ത്രിധാമാവാണ് അദ്ദേഹം. ത്രിധാമാവ് എന്ന് പറഞ്ഞാൽ 3 ധാമങ്ങൾ അഥവാ ത്രൈലോക്യം, 3 ലോകങ്ങൾ. ഈ 3 ലോകത്തിങ്കലും നിറഞ്ഞു നിൽക്കണ ആള്, അല്ലെങ്കിൽ യാതൊന്നിൻ്റെ ചൈതന്യാണോ ഈ ത്രൈലോക്യത്തെ മുഴുവൻ നിറയ്ക്കണത്, ആ പരബ്രഹ്മമൂർത്തിക്ക് തൻ്റെ ഭക്ത വിളിച്ചാൽ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടാൻ വല്ല വൈഷമ്യമുണ്ടോ? പാഞ്ചാലി വളരെ വളരെ ഭക്തിയോട് കൂടിയിട്ട് കൃഷ്ണാന്നങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും ആ പാഞ്ചാലിയുടെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല അവിടുന്ന് തൻ്റെ സ്വതസിദ്ധമായിരിക്കുന്ന പാൽപുഞ്ചിരിയോട് കൂടിയിട്ട് പാഞ്ചാലി അങ്ങോട്ട് വിളിച്ചു ഭഗവാൻ. ആ സമയത്തോ പ്രോക്തോ വാർത്താം ധൃതാർത്യാപദനൃപസുതയ ശുദ്ധ്യവേ ലബ്ധവന്നം മഹ്യം ദേഹീതി ശംശൻ അധികവിവശയാ പ്രോക്ത സർവാന്നഹാനി ലഗ്നം സശാകം പ്രതി സജലമുവാനിയതദ്വിശ്വമൂർത്തി ഭുക്ത്വാ തൃപ്തോസ്മിതോഹം സഖി സപതി മുനീൻ ആഹ്വയേത്യാദിദേശേ ഇത്യാദിദേശേ. അപ്രകാരം എല്ലാം ഇരിക്കുന്ന ഈശ്വരൻ
ഇപ്രകാരമുള്ള വാക്കുകളെ പറവൂതം ചെയ്തു. പാഞ്ചാലിയുടെ പുരോഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട് ആ പാൽപുഞ്ചിരിയോട് കൂടിയിട്ട് പാഞ്ചാലിന്ന് അങ്ങോട്ട് നീട്ടി വിളിച്ചപ്പോ പാഞ്ചാലി അവിടെ കണ്ണു അടച്ച് കൃഷ്ണ എന്ന് വിളിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് ശബ്ദം കേട്ടു. പാഞ്ചാലിന്ന് വിളിക്കണ കേട്ടപ്പോ ആ വെളി കേട്ട നെക്കിലേക്ക് ഒന്നാങ്ങോട്ട് നോക്കിയപ്പോ എന്താ കാണുന്നത്? കായാംബൂശോഭയോടുകൂടിയിരിക്കുന്ന തൻ്റെ തിരുവുടൽ കാട്ടി ശ്രീവത്സവക്ഷ്മാവായി പീതാംബരം പട്ടോടും വനമാലയോടും പീലിത്തിരുമുടിയോടും കൂടി ആ ഭഗവാൻ പാൽപുഞ്ചിരിയോട് കൂടിയിട്ട് അങ്ങനെ മുമ്പിൽ നിൽക്കണ കണ്ടപ്പോ മനസ്സത്തെ സങ്കടമൊക്കെ അങ്ങോട്ട് മാറി. പാഞ്ചാലിക്ക് വേഗം ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു എന്ന് മാത്രമല്ല സങ്കടം സഹിക്ക വയ്യാതെ കണ്ടിരിക്കുന്ന ആ നൃപസുത പാഞ്ചാല രാജപുത്രിയായിരിക്കുന്ന ആ പാഞ്ചാലി തൻ്റെ സങ്കടങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടാ പോണത്. കൃഷ്ണ അങ്ങ് വേഗം എഴുന്നള്ളിയിലോ, കൃഷ്ണ കൃഷ്ണ വധൂലോ, വേഗം വധൂലോ, ഇപ്പൊ വരും മഹർഷി ശിഷ്യന്മാരും, അവർക്ക് ഭക്ഷണം കൊടുക്കാനില്ലേ, വേഗം ആക്കി തരണേ, വേറെ ആക്കി തരണേ. ഇങ്ങനെ തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് അങ്ങ് ഓടി ചെല്ലുമ്പോൾ ഭഗവാന്റെ ഒരു രീതി എന്താ? ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ തൻ്റെ തൻ്റെ ഭക്തന്മാരുടെ കൂടെ കുറച്ച് നേരം ഒന്ന് ക്രീഡിച്ചിട്ടേ അദ്ദേഹം കാര്യത്തിലേക്ക് കിടക്കും. ഒക്കെ വേണ്ട പോലെ ആക്കും, പക്ഷേ ഒന്ന് ക്രീഡിക്കണം, അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. ഈ നേരമില്ലാത്ത സമയത്ത് പാഞ്ചാലിയോട് എങ്ങനെയാ ക്രീഡിക്കുക എന്ന് വിചാരിച്ച് ആകപ്പാട് കൂടി എന്താ ഒരു മാർഗം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പാഞ്ചാലിയുടെ വരവും പറയലും. എന്താ പറയണത്? കൃഷ്ണ വേഗം വന്നൂലോ. ആ എന്നാൽ ഇവിടുന്ന് തന്നെ പിടിക്കാമെന്ന് ഭഗവാൻ. എന്താ ഹരി എന്ന് പറഞ്ഞാൽ വാക്ക് എന്ന് അർത്ഥം. എന്താ ആ വാക്കില് ഭഗവാൻ അങ്ങോട്ട് പിടിച്ചു. ഏത് വാക്കില്? വേഗം വന്നൂലോ. പാഞ്ചാലി ഇപ്പൊ എന്താ നീ പറഞ്ഞത്? വേഗം വന്നൂലോന്നോ? കൃഷ്ണ ഞാൻ വിളിച്ചപ്പോഴേക്കും അങ്ങ് വേഗം വന്നില്ലേ? ആ വേഗം വന്നത് എൻ്റെ മഹാത്മ്യം. ഞാൻ എത്ര ഇവിടെ അമാന്തിച്ചത് നീ ഒറ്റ ആൾ ഒരുത്തികാരനാ. അമാന്തിച്ചോ? കൃഷ്ണ അങ്ങ് വിളിച്ചപ്പോഴേക്കും വന്നില്ലേ? വിളിച്ചപ്പോഴേക്കും വന്നു, അതെൻ്റെ കേമത്തം. ഞാൻ ഇവിടെ എത്ര അമാന്തിക്കാൻ കാരണം നീ ഒരാളാ. എന്താണ് പാഞ്ചാലി? എന്നെ എന്താ വിളിക്കേണ്ടായത്? എന്താ വിളിച്ചതെന്ന് ഓർമ്മയില്ല. ഈശ്വരനെ എന്താ വിളിക്കണേന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ടാകും. നീ എന്താ വിളിച്ചതെന്ന് എനിക്ക് നല്ല ഓർമ്മ. പാഞ്ചാലി ഒന്നും കൂടി ആലോചിച്ച് നോക്കൂ. എന്താ വിളിച്ചത്? കൃഷ്ണ പലതും വിളിക്കുകയുണ്ടായി, എനിക്ക് എന്താ വെച്ചാൽ കാര്യം പറയൂ. പാഞ്ചാലി വിളിച്ചത് ദ്വാരകാവാസിൻ കൃഷ്ണ രക്ഷിക്കണേ എന്നല്ല. കൃഷ്ണ അവിടത്തെ ദ്വാരകാവാസിന്ന് വിളിച്ചാൽ എന്താ വൈഷമ്യമുള്ളത്? വൈഷമ്യമുണ്ട്. വിളിക്കണ സമയത്തെ പാഞ്ചാലി വിളിച്ച നേരത്ത് ഞാൻ മധുരയിലായിരുന്നു. ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകതയാ. എങ്ങനെയാ വിളിക്കണ വെച്ചാൽ അങ്ങനെ പ്രത്യക്ഷപ്പെടും ഭഗവാനാ. അപ്പോൾ ദ്വാരകാവാസിൻ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് മധുരയെന്ന് പോയി ദ്വാരകയിൽ ചെന്ന് ഇങ്ങോട്ട് വന്നു. തനക്ക് വല്ല സർവ്വവ്യാപിയായിട്ടുള്ള കൃഷ്ണ എന്ന് വിളിച്ചാൽ പോരെ, വേഗം എനിക്ക് ഇങ്ങോട്ട് വരായിരുന്നു. എന്നെ ഈ തെക്ക് വടക്ക് മുഴുവൻ നടത്തിച്ച് ഇവിടെ എത്തിയപ്പോൾ വലിയ വേഗം വന്നൂലോ എന്ന്. ഇന്ന് നിങ്ങൾ എന്നെ ഇവിടേക്ക് എന്തിനാ വിളിച്ചിരിക്കണത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ, നിങ്ങൾക്കൊരു പാത്രം കിട്ടിയിട്ടുണ്ടെന്നും ആ പാത്രത്തിൽ കേമായിട്ട് ഭക്ഷണം ഉണ്ടാവുന്നുണ്ടെന്നും ഒക്കെ ആളുകൾ കേൾപ്പിച്ച് ഞാൻ അറിഞ്ഞു. എന്നെ വിളിച്ചിട്ട് വേണ്ടേ ഇത്തവണ വരാനിച്ചിട്ട് വൈകിച്ചതാ. വിളിച്ചാൽ എപ്പോഴായാലും വരാൻ സന്തോഷം തന്നെയാണ്. അപ്പോൾ വിളിച്ചപ്പോൾ നീ എന്ന് വിളിച്ചത് ഈ മധ്യാഹ്ന സമയത്ത് എന്നെ വിളിച്ചത് ഭക്ഷണം തരാനാണ് എന്ന് മനസ്സിലായി. പിന്നെ നീ ഇവിടെ ഇങ്ങനെ സങ്കടമായിട്ടൊക്കെ പറയണത് എന്താ, നിനക്ക് നിലവിളിയും സങ്കടമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ അറിയോ, ഇവിടെ എനിക്ക് കേമായിട്ട് ഭക്ഷണം തരണം എന്ന് വിചാരിച്ചു, എന്നെ വിളിച്ചു വരുത്തി. ഇപ്പം കണ്ടില്ലേ,
ഇനി ഭക്ഷണം കഴിക്കാൻ പോണവരുടെയൊക്കെ കഥ തന്നെയാണ്. എന്താ വെച്ചാൽ കുറേ എണ്ണം പോയി ചെലുത്തൽ കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തരണേന് മുമ്പേ ആ കുറേ ആളുകൾ ഭക്ഷണം കഴിച്ച് വിഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പാഞ്ചാലി എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. വിശപ്പുണ്ടെങ്കിൽ പിന്നെ വിഭവങ്ങൾ വേണോ? ലബ്ധവന്നം മഹ്യം ദേഹി. എന്താ അവിടെ നീക്കിരിപ്പുള്ളത് വെച്ചാൽ അതിങ്ങോട്ട് തന്നോളൂ പാഞ്ചാലി, വിശന്നിട്ട് വയ്യ. പാഞ്ചാലിയുടെ സ്ഥിതി എന്തായി? അധിക വിവശയ, കൂടുതൽ വിഷമായി. ഇവിടെ ഭക്ഷണമൊന്നുമില്ല, മഹർഷിക്കും ശിഷ്യന്മാർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് ഭഗവാനെ വിളിച്ചു. ഭഗവാൻ വന്നിട്ട് എന്താ പറയണത്? പാഞ്ചാലി ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു വരുത്തിയത് ഊണ് കഴിക്കാൻ, എന്നെ വിശന്നിട്ട് വയ്യ, ഭക്ഷണം തരൂ. കൃഷ്ണാ, ഇവിടെ യാതൊന്നുമില്ല, ആ മഹർഷി ശിഷ്യന്മാരും ഇപ്പം വരും, അങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പോളേ ദാ പാഞ്ചാലി, എനിക്കറിയാം ഇനി അധിക നേരം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന്. എന്താ വെച്ചാൽ ഇതിൻ്റെ നേരായാൽ പിന്നെ എല്ലാവരുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ്. എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് പാഞ്ചാലി. എനിക്ക് ഭക്ഷണം കഴിക്കണ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ചെവിയും കേൾക്കില്ല, കണ്ണും കാണില്ല. അതുകൊണ്ട് പാഞ്ചാലി പറയണതൊന്നും എനിക്ക് കേൾക്കണില്ല, താല്പര്യമില്ല. ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അതും കൂടി തരുമോ, അത് കഴിഞ്ഞിട്ടാവാൻ വർത്താനമൊക്കെ, എനിക്ക് ഭക്ഷണം തരൂന്ന് ഭഗവാൻ. പാഞ്ചാലിയോ ഇവിടെ ഒന്നും കൊടുക്കാൻ, സങ്കടം സഹിക്കാൻ വയ്യ. ഭഗവാന്റെ അടുത്ത് കൃഷ്ണ ഇവിടെ ഒന്നുമില്ല, പാഞ്ചാലി എന്താ ബാക്കിയുള്ള വെച്ചാൽ അത് മതി, ഇന്ന വിഭവം വേണമെന്നൊന്നുമില്ല, ഉള്ളത് ഇങ്ങോട്ട് തരുമോ? കൃഷ്ണ ഇവിടെ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടാവുമോ? ഇതൊക്കെ നിങ്ങൾ സ്ത്രീകളുടെ സൂത്ര. ഈ സ്ത്രീകളോടൊന്ന് ചോദിച്ചു നോക്കുക, ഉണ്ട് എന്ന് അവർ വായ തുറന്ന് പറയില്ല. ഇല്ലയെന്നേ പറയുള്ളൂ. സ്ത്രീകളുടെ സ്വഭാവം എനിക്കറിയാം. ഭക്ഷണം ഇല്ലാണ്ടിരിക്കുമോ? കൃഷ്ണ ഇവിടെ ഇല്ല. അധികം ഇല്ലെങ്കിലും എന്തെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. ഞാൻ പറഞ്ഞുതരാം. പാഞ്ചാലി, നിങ്ങളെ സ്ത്രീകളുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കേമായിട്ടുള്ള സദ്യ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. സ്ത്രീകളെന്താ വിചാരിക്കുക? പുരുഷന്മാരെന്താ വിചാരിക്കുക വെച്ചാൽ ഇതുപോലെ അടുത്തത് എവിടെയാ തരാവുക എന്നാണ് വിചാരിക്കുക. എന്നാൽ സ്ത്രീകളതല്ല. 2 ദിവസമായിട്ട് എല്ലാവരും കൂടി കേമായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരു സദ്യ അങ്ങോട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾ എന്താ വിചാരിക്കുക അറിയോ? പാഞ്ചാലി, ഇനി 2 നേരെങ്കിലും എങ്ങനെയാ അടുക്കളയിൽ കയറാണ്ട് കഴിച്ചു കൂട്ടുക എന്നാണ് സ്ത്രീകൾ ആലോചിക്കുക. ഞാൻ വെറുതെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അത്ര വൈഷമ്യം ഉണ്ട് അതിൻ്റെ ഉള്ളത്തെ കാര്യമേ. അപ്പോൾ 2 നേരെങ്കിലും ഇതൊന്നും ഒഴിവായി കിട്ടുമോ എന്നുള്ള മാർഗം നിങ്ങൾ ആലോചിക്കും. എനിക്കറിയാം സ്ത്രീകളുടെ സ്വഭാവമാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാണ്ടിരിക്കില്ല ഇല്ലേ? വലിയ സദ്യയൊക്കെ കഴിഞ്ഞ സമയമൊന്നും ആലോചിച്ചാൽ സദ്യയൊക്കെ കഴിയുമ്പോൾ അവസാനമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊന്നും തികഞ്ഞുണ്ടാവില്ല ഭക്ഷണമൊന്നും. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ അകത്ത് ചെന്ന ആളുകളൊക്കെ പോയി അകത്ത് ചെന്ന് നോക്കിയാൽ ഇതെന്താ അവിടെ ഇങ്ങനെ മൂടി വെച്ചിരിക്കണത്? എന്താ അത്? ഭർത്താവ് കാണും. എന്താ അറിയോ? ഈ ഭർത്താക്കന്മാരുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ആവശ്യമുള്ളതൊന്നും അവർ കാണില്ല, ആവശ്യമില്ലാത്തതൊക്കെ കാണുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെ ഇരിക്കുന്നുണ്ട്, ഇത് മാത്രമേ കണ്ടുള്ളൂ. അതെന്താ അവിടെ മൂടി വെച്ചിരിക്കണത്? ഒന്നുമില്ല, വെറുതെ മൂടി വെക്കുമോ നോക്കട്ടെ. ചെന്ന് നോക്കുമ്പോൾ ഇത്ര അധികം പഞ്ചാര പായസം ഇവിടെ ഉണ്ടായിട്ടാ അവസാനത്തെ പന്തിയിലെ ആളുകൾ തികഞ്ഞില്ല പറഞ്ഞ് പോണത് താൻ കേട്ടതല്ലേ? അതേ, അവസാനത്തെ പന്തി ദുര്യോധനനെ ഒന്ന് വേണ്ട പോലെ മനസ്സുകൊണ്ട് ദുഷിക്കുകയും ചെയ്ത് ആ ഋഷീശ്വരൻ അവിടെ നിന്ന് യാത്രയായിട്ട് പുറപ്പെട്ടു. ആ സമയത്ത് പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനാകട്ടെ തൻ്റെ പരമഭക്തന്മാരായിരിക്കുന്ന ആളുകൾക്ക് നാശമില്ല, ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഇഹലോകത്തിങ്കലും പരലോകത്തിങ്കലും ശ്രേയസ്സിനെ സമ്പാദിക്കാൻ സാധിക്കുള്ളൂ. സകല ആളുകളും പാഞ്ചാലിയെ പോലെ പരമഭക്തകളായിട്ട് തീരണം. തൻ്റെ ഭക്തന്മാരെ ഏനകേനാഭിപ്രകാരേണ സംരക്ഷിക്കാൻ താൻ സദാ സന്നദ്ധനാണ് എന്ന് പാഞ്ചാലിയുടെ ഈ ഒരു കഥയിങ്കലൂടെ മനസ്സിലാക്കി തന്ന് തൻ്റെ കയാമ്പൂശോഭയോടുകൂടിയിരിക്കുന്ന തിരുവുടൽ കാട്ടി സകല ആളുകൾക്കും ആനന്ദത്തെ പ്രദാനം ചെയ്ത് പാണ്ഡവ വർണ്ണശാലയിങ്കൽ വർത്തിപൂതം ചെയ്തത്. അവണ്ണം
പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭഗവാന്മാർക്ക് സഖ്യത്തെ പ്രദാനം ചെയ്യണം.